ഹായ് ഓൾ, വെൽക്കം ടു നെയിൽസ് അക്കാദമി. അപ്പൊ നമ്മൾ ഇന്ന് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് എറർ അനാലിസിസ് നടത്തേണ്ടത്, അതുപോലെ തന്നെ അക്യുറസി പ്രിസിഷൻ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് മെഷർമെന്റ്സ്, എന്തൊക്കെയാണ് SI യൂണിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ എൻഡിലോട്ട് എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് കുറച്ച് ഡീപ്പായിട്ട്, അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താന്നുള്ളതൊക്കെയാണ് ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാല് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിലിപ്പോ നമ്മള് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ മെഷർമെന്റ് എടുക്കും അല്ലെ. അതായത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഓരോ മെഷർമെന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്ന മെഷർമെന്റ്സിൽ ചിലപ്പോ എറർ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എക്സാക്ട് ആയിട്ടുള്ള ആ ഒരു വാല്യൂലൊന്നും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അതില് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, എറേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ എറേഴ്സിന് നമ്മള് എന്ത് വെച്ചിട്ടാ, ആ എറേഴ്സിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രിസിഷൻ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞു, അത് പ്രിസിഷൻ കൂടെ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ മെഷർമെന്റ് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ മെഷർമെന്റ് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന് പ്രിസിഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇനിയിപ്പോ ഒരു മെഷർമെന്റ് എടുത്തു, അതിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു ലെങ്ത് മെഷർ ചെയ്യാണ്. അപ്പൊ 25.3 എന്ന് നമ്മൾ എഴുതുകയാണ്, 25.3 സെന്റിമീറ്റർ എന്നിങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ 3 ഡിജിറ്റ് ഉണ്ട് അല്ലെ, 2, 5 ആൻഡ് പോയിന്റ് കഴിഞ്ഞിട്ട് 3 എന്നുള്ള ഡിജിറ്റും ഉണ്ട്. അതില് ഈ 25 എന്നുള്ളത് ഇനിയിപ്പോ നമ്മള് വേറൊരാള് അത് നമ്മൾ ഫസ്റ്റ് 25.3 മെഷർ ചെയ്തിട്ട് നമ്മൾ പോയി, ഇനി അടുത്ത ആള് വരികയാണ്, അതേ ലെങ്ത് തന്നെ വീണ്ടും മെഷർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്ര വരാം, അയാൾ ചിലപ്പോൾ 25.4 സെന്റിമീറ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെഷർ ചെയ്യുമ്പോൾ വരാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു, അത് എന്തെങ്കിലും ഒരു പേഴ്സണൽ എറർ വന്നിട്ട് എന്ത് ചെയ്യാം, 25.3 എന്നുള്ളത് മറ്റേ ആൾക്ക് 25.5 എന്നാലും 25.4 ആയിട്ട് വരാം. ഇനി വേറൊരാൾ അത് മെഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 25.2 ആയിട്ടും അത് വരാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏകദേശം ഒരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വരുന്നതിന്റെ മുന്നേ ആയിട്ടുള്ള ഡിജിറ്റ്, അതായത് ഡെസിമൽ പോയിന്റ് വരുന്നതിന് മുന്നേ ആയിട്ടുള്ള ഡിജിറ്റ് നമുക്ക് എന്ത് പറയാം, അത് റിലയബിൾ ആണ് എന്ന് പറയാം അല്ലെ. ആ 2 ഡിജിറ്റ് സെർട്ടൈൻ ആയിട്ട് അല്ലെങ്കിൽ റിലയബിൾ ആണെന്ന് പറയാം. 25ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന 2 സംഖ്യകളുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഒരു ഒറ്റ സംഖ്യ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് 25.3 എന്നുള്ളത് ചിലപ്പോൾ 25.2 ഒക്കെ ആവാം അല്ലെ. അല്ല 25.35 ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മള് മെഷർ ചെയ്യുന്ന സമയത്ത് 25.35 ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ആള് വന്നു, അയാൾ മെഷർ ചെയ്തു 25.36. അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അത് നമ്മുടെ ഒന്നുകിൽ പേഴ്സണൽ എറർ ആവാം, അല്ലെങ്കിൽ ആ സമയത്ത് എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യുന്നതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് മെഷർ ചെയ്യുന്നത് വിചാരിക്കാം. സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് അത് ആ സ്റ്റാർട്ടിങ്ങിൽ എവിടെ വെച്ചു എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെച്ച സ്കെയിലിന് വളവുണ്ടോ എന്നുള്ളതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഡിജിറ്റ് ഒക്കെ ഇങ്ങനെ മാറി കളിക്കും. ഈ 25.35 ഉള്ളത് 25.36 ആവാം, അല്ലെങ്കിൽ 37 ആവാം. അങ്ങനെ ആ ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എറർ ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ആദ്യത്തെ ഈ 2 ഡിജിറ്റ് എന്താണ്, ഓൾമോസ്റ്റ് റിലയബിൾ ആണ് അല്ലെ. അതിന് വലിയൊരു മാറ്റമൊന്നും ഇല്ല. ഒരാള് 28.7 ഒന്നും എന്തായാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, മെഷർ ചെയ്യാൻ പോകുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് ആ ഡെസിമൽ പോയിന്റിന് മുന്നേ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും, റിലയബിൾ ഡിജിറ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ റിലയബിൾ ഡിജിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 13 ഡിജിറ്റ്സ് എന്ന് വേണമെങ്കിൽ റിലയബിൾ ഡിജിറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ 25.36 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 36 എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറിപ്പോവാം അല്ലെ. 25 പോയിന്റ് ഒരാൾക്ക് 29 വന്നു, ഒരാൾക്ക് 25.30 വന്നു. അപ്പൊ ഈ രണ്ടെണ്ണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും, അൺസെർട്ടൈൻ ആണ് എന്ന് പറയും. ഓക്കെ, ഈ റിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ്സ് ആർ നോൺ ആസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓഫ്
സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ഇതിനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ആ റിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റ് പ്ലസ് അൺറിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള ആ ഡിജിറ്റിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ലെങ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട് റിപ്പോർട്ടഡ് ആഫ്റ്റർ മെഷർമെന്റ് ടു ബി 287.5 സെന്റിമീറ്റർ. ഇതിൽ നോക്കൂ, 287 അത് റിലയബിൾ ആണ്. പ്ലസ് നമുക്ക് എന്തും കൂടെ ഉണ്ട്, ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 5 കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ എത്ര വന്നു? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വന്നു. ഓക്കെ, ദെൻ ഡിജിറ്റ്സ് 2, 8 and 7 ആർ സർട്ടൈൻ, while ഡിജിറ്റ് 5 is uncertain. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ 2.8 സെന്റിമീറ്ററിനെ അല്ലെങ്കിൽ 2.308 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് കൺവേർട്ട് ചെയ്യാണ്. മില്ലിമീറ്ററിലേക്കോ അല്ലെങ്കിൽ മീറ്ററിലേക്കോ ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തിന് ചേഞ്ച് വരുന്നില്ല? നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് ചേഞ്ച് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു 2.308 സെന്റിമീറ്റർ എന്നുള്ള ആ ഒരു മെഷർമെന്റിന് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന 2 എന്താണ്? റിലയബിൾ ആണ്. 308 അല്ലെങ്കിൽ 308 എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈൻ ഡിജിറ്റ്സ് ആണ്. അങ്ങനെ ടോട്ടൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ അതിനെ യൂണിറ്റ് കൺവേർഷൻ വഴി മീറ്ററിലേക്കോ മില്ലിമീറ്ററിലേക്കോ അല്ലെങ്കിൽ മൈക്രോമീറ്ററിലേക്കോ മാറ്റുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മാറ്റി എഴുതുക? 0.02308 അല്ലെങ്കിൽ 23.08 മില്ലിമീറ്റർ ഓർ 23080 മൈക്രോമീറ്റർ. ഈ രീതിയിൽ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ നടത്തിയിട്ട് മാറ്റി എഴുതാം. പക്ഷെ ഈ കേസിലൊക്കെ തന്നെയും നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഈ കേസിലൊക്കെ തന്നെയും സെയിം അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിലും എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എണ്ണം തന്നെയാണ്? ഈ 4 എണ്ണം തന്നെയാണ്. 2308 എന്ന് പറയുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, യൂണിറ്റ് കൺവേർഷൻ വഴി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് മാറ്റം വരുന്നില്ല. അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോ നമ്മൾ ഇനി എങ്ങനെയൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണേണ്ടത്, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ, അത് ക്ലിയർ ആണ് അല്ലെ? നോൺ സീറോ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ഡിജിറ്റ് അല്ലെ, അതെന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. Then all the zeros between two non-zero digits are significant no matter where the decimal point is, if at all. അതായത് ഒരു മിനിറ്റ്, ഞാൻ ബോർഡ് എടുക്കേ. ഫസ്റ്റ് വൺ പറഞ്ഞു എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ 1, 2, 3 അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കന്റ് ആണ്. ദെൻ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ്, അതായത് 2008 എന്ന് എഴുതുകയാണ് എങ്കിൽ ഈ 2 and 8 എന്ന ഈ രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ കിടക്കുന്ന ഈ രണ്ട് സീറോസും എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ ഒരു കേസിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ 2015 അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ആ സീറോ രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് എന്താണ്? അവിടെയും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ അടുത്ത റൂൾ നോക്കാം. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, zeros on the right of decimal point but to the left of the first non-zero digits are not significant. ഒന്നും മനസ്സിലായിണ്ടാവില്ല അല്ലെ? അതായത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ നമ്പർ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്പർ ലെസ് ദാൻ 1 ആണ്, 1ന്റെ താഴെ, അതായത് 0.1 ആവാം, അല്ലെങ്കിൽ 0.12 ആവാം, അല്ലെങ്കിൽ 0.02 ആവാം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ the zeros on the right of decimal പോയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ള but to the left of the first non-zero digit are not significant. അതായത് നമ്മള് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എഴുതുന്ന സമയത്ത് 0.00230 എന്നുള്ള നമ്പർ നോക്കുക. ഇതില് നമ്പർ ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ദെൻ 0 on the right of decimal point. 0 on the right of decimal point. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ളത് എന്ന് പറയുമ്പോൾ
ഈ സീറോസ്. ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഇതാണ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അതിന്റെ ലെഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള സീറോസ് നോട്ട് സിഗ്നിഫിക്കന്റ് അല്ല. അതായത് ഇപ്പൊ ഈ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, അതെന്താണ്, അണ്ടർലൈൻ ചെയ്ത സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ ഏത് സിഗ്നിഫിക്കന്റ് ആണ്? ഈ സീറോ നോക്കൂ, ഇത് സിഗ്നിഫിക്കന്റ് ആണ്. കാരണം എന്താ, അത് റൂൾ 2 ആണ്. ഓൾ ദി സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സാ? 4, അല്ലെങ്കിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. ദെൻ നമുക്ക് റൂൾ നമ്പർ 4, the terminal or trailing zeros in a number without a decimal point are not significant. അതായത് നമ്മളിപ്പോ 123 മീറ്റർ ഓർ 12300 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയില്ലേ, മീറ്റർ കൺവേർഷൻ ഒക്കെ വരുന്ന വഴി. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ആ ടെർമിനൽ സീറോസിന് അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടെർമിനൽ സീറോസ് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. എങ്ങനെയാണെങ്കിൽ മാത്രം വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ്, അതിലെ ഡെസിമൽ പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടെർമിനൽ സീറോസ് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഇപ്പൊ ഈ ഒരു കേസിലൊക്കെ ഈ 3 എണ്ണത്തിനും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. 123 ആയാലും 12300 1230000 ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡെസിമൽ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് ഇതിനൊക്കെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. ട്രെയിലിംഗ് സീറോസ് ബീങ് നോട്ട് സിഗ്നിഫിക്കന്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് when the number which is obtained on the basis of actual measurement, നമ്മൾ കറക്റ്റ് ഇങ്ങോട്ട് നേരിട്ട് മെഷർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ then all zeros which are to the right of the last non zero digits are also considered as significant figures. അപ്പൊ നമ്മൾ തന്നെ പോയിട്ട് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീറോസ് എന്തായിട്ട് കൂട്ടണം? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൂട്ടണം. അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക, ഡെസിമൽ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടെർമിനൽ സീറോസ് വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടെർമിനൽ സീറോസ് എന്തല്ല, ഫിഗർ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂള്, ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തല്ല എന്നാ പറഞ്ഞേ, ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ ടെർമിനൽ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ വിത്ത് എ ഡെസിമൽ പോയിന്റ് അത് സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ 3.500 അല്ലെങ്കിൽ 0.06. ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ഇത് നമ്മൾ ഇപ്പൊ പഠിച്ചു വെച്ച 2 ലോസും കൂടെ അതിൽ വരുന്നുണ്ട്. ഈ 0.06900 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 എണ്ണം. അത് ഏതൊക്കെയാ? 0.06900 അല്ലെ. ഇത് സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല, ഇതും സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. അത് നമ്മൾ എവിടെയാ പറയുന്നത്? റൂൾ നമ്പർ 3 അല്ലെ. അത് ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റിലാണ്, അതെന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഇനി 69 എന്നുള്ളത് നോൺ സീറോ ഡിജിറ്റ്സ് ആണ്, അതുകൊണ്ട് അത് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നോക്കൂ, 2 സീറോസും കൂടെ ഉണ്ട് അല്ലെ. ഈ സീറോസ് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ടെർമിനൽ സീറോസ് ആണ് അല്ലെ. വിത്ത് ഡെസിമൽ പോയിന്റ് അങ്ങനെ വരുന്ന ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ ടെർമിനൽ സീറോസ് ആണ് എങ്കിൽ അത് എന്ത് തന്നെയാണ്? സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ജസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ റൂൾസ് ഒന്ന് 2-3 വട്ടം വായിക്കുക. എന്നിട്ട് കുറച്ച് എക്സാമ്പിളും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മളൊരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് കറക്റ്റ് ഇപ്പോ 25, ഇപ്പൊ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കിപ്പം ചിലവർക്ക് 71.2 ആയിരിക്കും, ചിലവർക്ക് 69 കറക്റ്റ് വരും, ചിലവർക്ക് എന്ത് വരും 53.3 ആയിട്ട് കാണിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട്. എങ്കിൽ പോലും അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2-3 ഡിജിറ്റ് ഒക്കെ കാണുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു കേസിൽ അതെന്താണ്, അതിന്റെ പ്രിസിഷനെയും കൂടിയാണ് കാണിക്കുന്നത്. അപ്പൊ ആ പ്രിസിഷനെയും കൂടിയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല അതിൽ ചിലപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഡെസിമൽ പോയിന്റിന്റെ മുമ്പുള്ള ആ സംഖ്യ എന്താണ്, ഓൾമോസ്റ്റ് റിലയബിൾ ആണ്. അതിന് ശേഷം വരുന്നത് സംഖ്യ അത്ര തന്നെ അങ്ങോട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് ചെറിയൊരു അൺസർട്ടനിറ്റി ആ സംഖ്യകളിൽ ഉണ്ടാവും. ഓക്കെ,
അത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ പറഞ്ഞത്. എന്നിട്ട് ആ ഡിജിറ്റ്സിനെ ചേർത്ത് എഴുതുന്നതിലുള്ള ആ ഡിജിറ്റുകളിൽ തന്നെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് എങ്ങനെ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ആ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ റൂൾസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് റൂള് പറയുന്നത് പവർ ഓഫ് 10. അതായത് നമ്മളിപ്പോ സയന്റിഫിക് നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതൂലേ, ഫോർ എക്സാമ്പിൾ 3 to the power 3 into 10 to the power 6 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ. ഇതില് ഈ 10ന്റെ പവർ ആയിട്ട് വരുന്ന ഈ 6 ഉണ്ടല്ലോ, അതെന്താ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അത്രത്തോളം റെലവന്റ് അല്ല. അതായത് അത് കൺസിഡർ ചെയ്യേണ്ടെന്ന് അർത്ഥം അവിടെ. അപ്പൊ ഈ 3 into 10⁻6 ആണെന്നുള്ള ഒരൊറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. അപ്പോ ഒന്നുകൂടെ റൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ എന്താണ്, രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിലുള്ള സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലും വരുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. ഡെസിമൽ പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെർമിനൽ സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടെർമിനൽ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. ഈ 10ന്റെ പവർ ആക്കി എഴുതുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നടത്തുകയാണ്. ഇപ്പൊ 4.7 മീറ്റർ നമുക്ക് 470 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4700 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.004700 കിലോമീറ്റർ എന്ന് മാറ്റി മാറ്റി എഴുതാൻ പറ്റും യൂണിറ്റ് കൺവേർഷൻ വഴി. ഇനി ഇതിനൊക്കെ തന്നെ നമ്മൾ എന്തിൽ എഴുതാണ്, സയന്റിഫിക് നൊട്ടേഷനിൽ അല്ലെങ്കിൽ പവർ ഓഫ് 10 ആയിട്ട് എഴുതാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫസ്റ്റത്തേന് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ആണ്, 7 സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന ടെർമിനൽ സീറോസ് ആയതുകൊണ്ട് ആ 2 സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്തതും അതേ കേസ് തന്നെയാണ്, അതുകൊണ്ട് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി 4700 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ, ഇത് നമ്മൾ മെഷർ ചെയ്തതാണ് അല്ലെ, ഇത്ര മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4. ഇനിയിപ്പോ 4700 എന്ന് മാത്രം എഴുതിയതാണെന്നുണ്ടെങ്കിലോ, അപ്പൊ ഈ 2 സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല, അപ്പൊ 2 എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അത് മെഷർ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് എന്താണ്, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ഈ കേസിലോ, ഈ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല നമ്മൾ പറഞ്ഞു. പിന്നെ 4700 എന്ന് പറയുന്ന ലാസ്റ്റ് 4 ഡിജിറ്റ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. അതെന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ we can conclude that all these measurements have 4 significant figures and a mere change of units cannot change the number of significant figures. യൂണിറ്റ് ചേഞ്ച് ഒന്നും എന്തിനെ ബാധിക്കുന്നില്ല, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ ബാധിക്കുന്നില്ല. ജസ്റ്റ് ആ റൂൾസ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരു സംഖ്യ തന്നാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അതിൽ തന്നെയാണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷന്റെ സമയത്ത് ഇനിയിപ്പോ ഇങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി തന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, a into 10⁻⁵ എന്നുള്ള ഫോമിൽ, അതായത് 10ന്റെ പവർ ആക്കിയിട്ട് എഴുതുന്നത്. അങ്ങനെ 10ന്റെ പവർ ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൺഫ്യൂഷൻ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എല്ലാം ഇങ്ങനെ വരും, 4.7 വരും, ദെൻ ഇൻറ്റു 4.700 വരും, ഇൻറ്റു 10⁻², അല്ലെങ്കിൽ 10⁻³ അല്ലെങ്കിൽ -3 എന്നുള്ള പവർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇതിലൊക്കെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് സയന്റിഫിക് നൊട്ടേഷന്റെ ഒരു ഇതും കൂടെ ഇമ്പോർട്ടൻസ് എന്നല്ല, സയന്റിഫിക് നൊട്ടേഷന്റെയും കൂടി ഒരു ആവശ്യകത പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ആവാനുള്ളതൊന്നുമില്ല. എന്നാൽ നിങ്ങൾ 2 വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് അടിച്ച് കേട്ടാൽ മതി. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴുള്ള ഒരു ഇതായിരിക്കും. 2 വട്ടം കേട്ട് നിങ്ങൾ അതൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ രണ്ടാമത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അത് റെഡി ആവും, ഉറപ്പാണ് കേട്ടോ. ഇനി ഡിജിറ്റ് 0 conventionally put on the left of a decimal point for a number less than 1 is never significant. However, the zeros at the end of such number are significant in a measurement. അതായത് ഈ ഒരു നമ്പർ നോക്കുക, ആ ഒരു നമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതില്
നമ്മളിപ്പോ ഒരു മെഷർമെന്റ് എന്തെങ്കിലും ഒരു ലെങ്ത് മെഷർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.5 വന്നത്. 0.5. അതിന് നമ്മളൊരു ഭംഗിക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ 0.5 എന്ന് എഴുതും അല്ലെ. ആ 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല എന്നാ പറയുന്നത്. ആ 0.5 ഇവിടെ കാര്യമുള്ളത്. പക്ഷെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു 0.5. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പൊ ഇതിന്റെ ഒരു നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 0.5 എന്താക്കിയിട്ട് മാറ്റും, 0.5 ആക്കിയിട്ട് എഴുതും. ഓക്കെ. അപ്പൊ അങ്ങനെ എഴുതുന്ന കേസിൽ ഈ 0 എന്ന് പറയുന്നത് എന്തല്ല, അത്ര സിഗ്നിഫിക്കന്റ് അല്ല എന്നാ പറയുന്നത്. പക്ഷെ ഈ ലാസ്റ്റ് വരുന്ന 0 നോക്കൂ, ഈ 0.1250 അതെന്താ, ടെർമിനൽ 0 ആണ്. ഡെസിമൽ പോയിന്റ് ഉണ്ട് എങ്കിൽ അതെന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ ഒരു കേസിൽ എത്ര വരും, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരും. അപ്പോ ഈ ഒരു 0, ഫസ്റ്റിലുള്ള 0 സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില കേസ് 2πr അല്ലെങ്കിൽ t/n, ഇതില് വേർ n ഈസ് എ വേർ n ക്യാൻ ബി 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതാറുണ്ട് അല്ലെ. ഇങ്ങനത്തെ കേസിലൊക്കെ എന്ന് പറഞ്ഞു നമ്മൾ ആ 2.0 ആണോ, ആ എന്നിന്റെ വാല്യൂ എക്സാക്ട്ലി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സാക്ട് നമ്പർ ഉണ്ട്. പക്ഷെ എന്നിന്റെ വാല്യൂ എത്രയാണ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 2 ആവാം, അല്ലെങ്കിൽ 2.00 ആവാം, അല്ലെങ്കിൽ 2.0000 ഒക്കെ ആവാം. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ആ 2 അല്ലെങ്കിൽ എന്നിന് നമ്മൾ എന്ത് പറയും, എക്സാക്ട് നമ്പർ എന്നാ പറയാ അല്ലെ. ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവാം എന്നാ പറയുന്നത്. അത് എന്തുകൊണ്ടാ, നമുക്ക് ഈ 2 എന്താണ് അതിന്റെ സെർട്ടിനിറ്റി എന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ടാ. 2നെ നമുക്ക് 2.0 എന്നാക്കിയിട്ട് എഴുതാം, 2.00 എന്നാക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ 2.000 എന്നാക്കിയിട്ട് എഴുതാം. ഇതിന്റെ വാല്യൂ ഒക്കെ 2 തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ മാറ്റം വരും. കാരണം അവിടെ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട്. വിത്ത് എ ഡെസിമൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സീറോസ്, നമ്പർ ഓഫ് ടെർമിനൽ സീറോസ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അതും കൂടിയാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇത്രയാണ് പറഞ്ഞത്. അധികം കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമ്മളൊരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഡിജിറ്റ് ഒക്കെ റിലയബിൾ ആണ്. ആ ഡെസിമലിന് ശേഷം വരുന്നത് ചെറിയൊരു അൺസർട്ടിനിറ്റി ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന എററിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന മെഷർമെന്റിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൂൾസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരു 4-5 റൂൾ, 1-2 വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന മെഷർമെന്റ്സിലെ അല്ലെങ്കിൽ ആ വാല്യൂസിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ 0.007. ഇതിൽ ഈ 0.00 സിഗ്നിഫിക്കന്റ് ആണോ, അല്ല. അത് ഏതാ റൂള്, നമ്മൾ പറഞ്ഞിരുന്നു ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലും ആയിട്ട് വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ നോൺ സീറോ ഡിജിറ്റ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഫസ്റ്റിന്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ആണ് അല്ലെ, 1 തന്നെയാണ് ഫസ്റ്റിന്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടു 2 ആണ്. 2.64 into 10 to the power 24. ഇതിൽ നിങ്ങൾ നോക്കൂ, ഈ 10 to the power എഴുതുന്നത് ഇറലവന്റ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ എടുക്കേണ്ടതില്ല നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എത്ര തന്നെ ഉള്ളൂ, ഇത് 3 നോൺ സീറോ ഡിജിറ്റ് ആണ്. അവിടെ നമുക്ക് 3 ആൻസർ വരും. 3 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി തേർഡ് വൺ നോക്കാം. 0.2370. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും? ഡെസിമൽ പോയിന്റിന്റെ മുമ്പുള്ള സീറോസ് എന്തല്ല, നമ്മൾ സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ നോൺ സീറോ ഡിജിറ്റ്സിന് ശേഷം വരുന്ന അല്ലെങ്കിൽ ടെർമിനൽ സീറോസ് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവിടെ എത്ര വരും? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ നെക്സ്റ്റ് വൺ 6.320. ഇതും നോൺ സീറോ ഡിജിറ്റ് ആയതുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആണ്.
ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ടെർമിനൽ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ടോട്ടൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് വണ്ണു അതന്നെ ഡെസിമൽ പോയിന്റിന് ചേഞ്ച് വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്നത് എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അതുകൊണ്ട് ന്റെ ആൻസറും എന്തെന്നെയാ വരിക? 4 തന്നെയാ വരിക. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എന്നാൽ നെക്സ്റ്റ് നമ്പർ നോക്കൂ. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താ പറയാ, ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 0.00 എന്ന് പറയുമ്പോൾ ഈ സീറോ സിഗ്നിഫിക്കന്റ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നമ്മളൊരു കൺവെൻഷനലി ഒരു വാല്യൂ എഴുതുന്ന സമയത്ത് എഴുതുന്നതാണ്. അത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്നതും അതുപോലെ തന്നെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് എന്താ പറയാ ലെഫ്റ്റ് ആയിട്ട് വരുന്നതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്നാണ് നമ്മുടെ റൂള് അല്ലെ. അപ്പൊ അതിൽ ആകെ 6, 0, 3, 2 മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അതിലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 4 ആണ്. ഈ 0 കൺസിഡർ ചെയ്യണം എന്ന് പറയാൻ കാരണം അത് രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ കിടക്കുന്ന 0 ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടെത്തുക. ഇതിന്റെ റൂൾ ഒന്ന് ഫെമിലിയർ ആയിട്ട് ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. ഇതിന്റെ ആദ്യ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ആ റൂൾസ് ഒന്ന് 2 തവണ വായിക്കുക. പിന്നെ ഇതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ തരും, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കൂടെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്കൊന്ന് ആൻസേഴ്സ് നോക്കാതെ ഒറ്റയ്ക്കൊന്ന് ഫസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസേഴ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് റൗണ്ടിങ് ഓഫ് ദി അൺസർട്ടൺ ഡിജിറ്റ്സ്, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ റൗണ്ടിങ് ഓഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പൊതുവെ പറയുന്ന കാര്യം തന്നെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ നമുക്ക് തന്നെ ഉണ്ട് ഒരു പരിപാടി. ഇപ്പൊ നമ്മളടുത്ത് ആരെങ്കിലും മാർക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് 100 ഒരു 78.5 78.5 ഉണ്ട്, 78.5 നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 80 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? 78.5 എന്നൊന്നും പറയാൻ പോകില്ല. നമ്മൾ അത് അങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് 79 നമ്മൾ പറയും. എന്നിട്ട് പറയും ഒരു മാർക്കിന്റെ ഒരു വ്യത്യാസം എന്നുള്ള രീതിയിൽ നമ്മൾ പറയൂലേ. ആ പരിപാടി തന്നെയാണ് ഇത്. നമ്മൾ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റിനെ ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുക എന്നുള്ള അടുത്ത നമ്പറിലേക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ പരിപാടി തന്നെയാണ്. അധികം കുറച്ചും കൂടി ആ റൂൾസ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നേ ഉള്ളൂ. കൂടുതലൊന്നും കൺഫ്യൂഷൻ ആവാനില്ല. അപ്പൊ നമുക്ക് എന്താണ് അതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത് വെച്ചാല് അത് നമ്മൾ എന്തിനാ റൗണ്ട് ചെയ്യാം? ഇപ്പം 78.5 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഈ അരേനെ പിടിച്ചിട്ട് ഇതാക്കിയിട്ട് 79 ആക്കുക ചെയ്യുക. ഇതിനെയാണ് റൗണ്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ 7-നെയോ 8-നെയോ അല്ല നമ്മൾ റൗണ്ട് ചെയ്യുക. അതായത് ഈ അൺസർട്ടൈൻ ആയിട്ട് കിടക്കുന്ന ഡിജിറ്റ്സിനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ഹെഡിങ് അങ്ങനെ റൗണ്ടിങ് ഓഫ് ദി അൺസർട്ടൈൻ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റൂൾ നോക്കാം. If the insignificant digit to be dropped is more than 5, the preceding digit is raised by 1. അതായത് ആ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ മോർ ദാൻ 5 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റിനെ must be raised by 1. For example, consider a number 2.746 rounded off to 3 significant figures. നമ്മളോട് പറയാണ് ഈ 2.746 എന്നുള്ളതില് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 2.746 അതില് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിനെ നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോ 4 ഉണ്ട്, അതിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും മോസ്റ്റ് ആയിട്ടും അൺസർട്ടൻ ആയിട്ട് കിടക്കുന്ന നമ്പർ ഏതാ നോക്കുക. അത് ഈ 6 ആണ്. ഇതിനെ പിടിച്ചിട്ട് വേണം റൗണ്ട് ചെയ്യാൻ. ഇത് 5-നേക്കാൾ കൂടുതലാണ്. 5-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന പ്രിസീഡിങ് ഡിജിറ്റ്, അതായത് എന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ഡിജിറ്റ് എന്ത് ചെയ്യണം? ബി റേസ്ഡ് ബൈ 1. അതിനോട് 1 കൂട്ടണം. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 2.75 എഴുതാം അല്ലെ. അപ്പൊ ഇതിൽ എത്ര ഡിജിറ്റ് ആയി? എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയി? 3. ഇപ്പൊ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോടുത്തുനിന്ന് നമ്മൾ ഇതാക്കി മാറ്റി 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. റൗണ്ട് ഓഫ് ചെയ്തത് ഏതാ? ഏറ്റവും അൺസർട്ടൈൻ ആയിട്ട് കിടക്കുന്ന ആ ഡിജിറ്റിനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തത്. അതിനുവേണ്ടി ആ പ്രിസീഡിങ് അത്
5നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യും. ഇത് നമ്മൾ എന്ത് ചെയ്യും? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് കറക്റ്റ് ആയിട്ട് അതിനെ റൗണ്ട് ഓഫ് ചെയ്യും. ഇനി നെക്സ്റ്റ് റൂൾ നോക്കാം. ഇഫ് ദ insignificant digit to be dropped less than 5, the preceding digit is left unchanged. അതെന്താ വെച്ചാല് നമ്മളിപ്പോ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യാനുള്ളത് ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇനി അത് ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ അൺസർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റിനെ ജസ്റ്റ് ഒന്ന് നെഗ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ 2.743 അതിനെ നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 2.74 എന്ന് എഴുതിയാൽ മതി. ആ 3 എന്താ ചെയ്യണ്ട, നമ്മള് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിനെ ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ കുറയ്ക്കാനും കൂട്ടാനും നിൽക്കണ്ട. ജസ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്ക് 78.4 മാർക്ക് എന്ന് വിചാരിക്കാം. നമ്മള് റൗണ്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ 78 എന്നല്ല എഴുതുക. ഈ 8ൽ നമ്മൾ മാറ്റം വരില്ലല്ലോ. അതുപോലെ തന്നെ ആ എന്താ പറയാ അൺസർട്ടൈൻ ആയിട്ടുള്ള നമ്പറിനെ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ബാക്കി എന്താ വരുന്നത് വെച്ചാൽ അത് എഴുതിയാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഡിജിറ്റ് റേസ് ചെയ്യും എന്നുള്ളത്, ആ ഒരു കേസ് ഇവിടെ വരുന്നില്ല. ഇനി നമ്മള് 5ൽ കൂടുതലുള്ള കേസ് പറഞ്ഞു, 5ൽ കുറവുള്ള കേസ് പറഞ്ഞു. ഇനി അത് ഡ്രോപ്പ് ചെയ്യാനുള്ള നമ്പർ 5 ആണെന്നുണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും? സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ടു ബി ഡ്രോപ്പ് ഈസ് 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 2 കേസ് ആയിട്ടാണ് നമ്മൾ പറയാം. ഫസ്റ്റ് വൺ, ഇഫ് ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഈസ് ഈവൺ, അത് ഇൻസിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഈസ് സിംപ്ലി ഡ്രോപ്പ്. അത് ഈവൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 5നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യും, അത് എഴുതണ്ടെന്ന് വെച്ചാൽ മതി. അതായത് 2.745നെ നമ്മൾ 2.74 എന്ന് മാത്രമായിട്ട് എഴുതും. കാരണം എന്താ? ഈ പ്രിസീഡിംഗ് ഡിജിറ്റ് ആയിട്ടുള്ള 4 ഇവിടുന്ന ഈവൺ, hence 5 can be dropped. Okay, then case 2, if the preceding digit is odd. Preceding digit എന്താണ്? ഓഡ് ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രിസീഡിംഗ് ഡിജിറ്റിനെ നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞു 5നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രിസീഡിംഗ് ഡിജിറ്റ് ഈസ് റേസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞില്ലേ, സെയിം കേസ് ആണ്. പ്രിസീഡിംഗ് ഡിജിറ്റ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ പ്രിസീഡിംഗ് ഡിജിറ്റ് എന്ത് ചെയ്യും? ഇസ് റേസ്ഡ് ബൈ 1. ഇപ്പൊ 2.735 ആണ്. അപ്പൊ പ്രിസീഡിംഗ് ഡിജിറ്റ് ഓഡ് ആണോ ഈവൺ ആണോ? ഓഡ് ആണ് അല്ലെ. എങ്കിൽ ഈ ഇവിടെ 5 ആയതുകൊണ്ട് ഈ ഡിജിറ്റിന് എന്ത് ചെയ്യും? നമ്മൾ 1 വെച്ചിട്ട് റേസ് ചെയ്യും, അതായത് 2.74 എന്ന് എഴുതും. ക്ലിയർ ആയോ? ഇനി അത് ഈവൺ ആണെന്നുണ്ടെങ്കിലോ 5ന്റെ തൊട്ട് മുമ്പുള്ള, റൗണ്ട് ഓഫ് ചെയ്യാനുള്ളത് 5 ആണ്, അതിന് തൊട്ട് മുമ്പുള്ള ഡിജിറ്റ് ഈവൺ ആണ് എന്നുണ്ടെങ്കിലോ ഇത് 4 ആണ് അല്ലെ. അങ്ങനെ ഈവൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 5നെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് 2.74 എന്ന് എഴുതും. ക്ലിയർ ആയോ? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒറ്റ 10 തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി റൂൾസ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു? റൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചും കൂടെ പറഞ്ഞു, റൗണ്ട് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചും കൂടെ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ജസ്റ്റ് ആ നമ്പർ ഇങ്ങോട്ട് തരുവാണോ ചെയ്യുക? എപ്പോഴും അല്ല, നമുക്ക് ഇങ്ങനെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് പല കാൽക്കുലേഷൻസും ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിലെ ഇക്വേഷൻസ്, ഇപ്പൊ നമുക്ക് ഏതൊരു എക്സ്പെരിമെന്റ് ആണെന്നുണ്ടെങ്കിലും അതിലൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടെത്താനുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. റൂൾസ് ഫോർ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഫസ്റ്റ് വൺ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. The final result should have the same number of significant figures as the original value with the least significant figures. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉള്ള രണ്ട് സംഖ്യകളാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അതിൽ വെച്ചിട്ട് ഏത് നമ്പറിനാണോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കുറവുള്ളത് ആ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പറിന് സെയിം ആയിട്ട് വേണം നമ്മുടെ ആൻസറിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒന്നുകൂടെ പറയാം, നമ്മൾ 2 നമ്പർ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അതിൽ ഏത് നമ്പറിനാണോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം കുറവുള്ളത്
ആ കുറവ് എത്രയാണോ നമ്പർ, അത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ നമ്മുടെ ആൻസറിലും വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, if we want to calculate the density and if the mass is 4.237 gram and the volume is 2.51 centimeter cube, then we calculate density as mass divided by volume given by 4.237 gram divided by 2.51 centimeter cube. Here mass എന്താണ് 4.237 ആണ്. അവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതിൽ 4, 2, 3 and 7 ആ 4 ഡിജിറ്റ്സും എന്തെന്നെയാണ്? സിഗ്നിഫിക്കന്റ് ആണ്. അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. പിന്നെ അടുത്തത് നോക്കൂ, വോളിയം 2.51 സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലെ, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ. അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഏതൊക്കെ? 2, 5, 1 അങ്ങനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നത് ഏതിലാ? വോളിയത്തിനാണ്. അതായത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ലീസ്റ്റ്. 4ഉം 3 ആണ് വന്നത്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് വരുന്നത് 4നാണ്. അപ്പൊ 3ക്കാണ്. അപ്പൊ നമ്മുടെ ആൻസറിലും എത്ര എണ്ണേ വരാൻ പാടുള്ളൂ? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1.688047. ടോട്ടല് 7 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? നമ്മുടെ ആസ് പെർ ദ റൂൾ നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റൗണ്ടഡ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കാരണം എന്താ? നമ്മുടെ കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് വോളിയത്തില് ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അത് എത്രയാണ്? 3. അപ്പൊ നമ്മുടെ ആൻസർ ഷുഡ് ബി റൗണ്ടഡ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്മൾ അതിനെ എന്ത് ചെയ്യും? റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം. ഇതാണ് നമ്മളിപ്പോ റൗണ്ട് ഓഫ് അതിന്റെ റൂൾസ് എന്താന്ന് പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റൗണ്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ 1.68. ഇപ്പൊ ഈ 8ക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 8047 ഇത് അങ്ങോട്ട് ഒഴിവാക്കണം. പക്ഷെ അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല. ഇവിടെ കിടക്കുന്ന നമ്പർ എത്രയാ? 8 ആണ് അല്ലെ. ഈ 8 5നേക്കാൾ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസീഡിങ് ഡിജിറ്റ് 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 1.69 വരും. ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കണം നമ്മുടെ ആൻസർ വരേണ്ടത്. ക്ലിയർ ആയോ? ഇത് കറക്റ്റ് ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തെഴുതാത്തെ. ഇതിൽ തന്നെ കറക്റ്റ് പറയുന്നുണ്ട്. ആസ് പെർ ദ റൂൾ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ ദ ആൻസർ ഷുഡ് ബി 1.69 gram per centimeter cube. ഇനി അഡീഷൻ സബ്ട്രാക്ഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂൾ നോക്കാം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിനാണോ വരുന്നത് അത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നെയാണ് നമുക്ക് ആൻസറിലും വരേണ്ടത്. ഇനി അഡീഷൻ സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ final result should have the same number of decimal places as the original value with the least decimal places. അതായത് എന്താ പറയുന്നത്? should have the same number of decimal places as the original value with the least decimal places. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസ് ഏതിനാണോ ലീസ്റ്റ് ആയിട്ട് വരുന്നത് അത്രയും ഡെസിമൽ പ്ലേസസ് മാത്രമേ ഏതിലും ഉണ്ടാവാൻ പാടുള്ളൂ? ആൻസറിലും ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ട്. 0.32 എന്നല്ലേ. അപ്പൊ 3ഉം 2 അങ്ങനെ 2 ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ട്. സെക്കൻഡ് വണ്ണില് 0.2 ആണ് അല്ലെ, അതായത് ഒറ്റ ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഈ തേർഡ് വൺ 0.301 വരുന്നുണ്ട്. 3 ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ട്. നമുക്ക് ഫൈനൽ റിസൾട്ടിൽ എങ്ങനെയാണ് വേണ്ടത്? സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആസ് ദി ഒറിജിനൽ വാല്യൂ വിത്ത് ദ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ്. ഈ വാല്യൂസ് ഒറിജിനൽ ആയിട്ട് നമുക്ക് കാൽക്കുലേഷന് വേണ്ടി തന്നിട്ടുള്ള വാല്യൂസിൽ എത്രയാണോ ഡെസിമൽ പ്ലേസസ് ലീസ്റ്റ്, അതായത് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസസ് എത്രയാണോ വരുന്നത് അത്ര മാത്രമേ നമ്മുടെ ആൻസറിലും ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 663.821 നമ്മൾ എത്രയായിട്ട് റൗണ്ട് ചെയ്യണം? 663.8 ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതണം. ബാക്കി 2ഉം 1ഉം നമ്മൾ നെഗ്ലേക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിസീഡിങ് ഡിജിറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 2 എന്ന് പറയുന്നത് <5 ആണ്. അപ്പൊ നമ്മള് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താന്ന് പറഞ്ഞു. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് കുറച്ച് നോക്കി. അതിനുശേഷം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതും പറഞ്ഞു. ഇതൊക്കെ പ്രോബ്ലം ആയിട്ട് ചോദിക്കും. അതായത് നമുക്ക് മാസ് തരും, വോളിയം തരും, നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ സമയത്ത് വിചാരിക്കും നമ്മൾ എന്ത് എളുപ്പമല്ലേ, +1 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ എന്താ എളുപ്പം, ഞാൻ എന്നിട്ട് ഫുൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ എന്താ, നമ്മൾക്ക് ആ ക്വസ്റ്റ്യനിൽ
പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും കറക്റ്റ് ടു ഇത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിന്റ് കൂടെ ഇട്ട് ഡെസിമൽ പ്ലേസും കൂടെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യണം, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ എത്രയാണോ ലീസ്റ്റ് ആയിട്ട് വരുന്നത് ആ നമ്പറിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം. അതിന് ഫസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടുകൂടി മാസം മൂല്യം തന്നിട്ടുണ്ട്, നമ്മളോട് ഡെൻസിറ്റി കാണാനേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് എളുപ്പാന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യമായിട്ട് ഇങ്ങനെ 1.6880447 എന്നൊക്കെ ഫുൾ എഴുതി അടിയിൽ 2 വരയൊക്കെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കും നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തല്ല കറക്റ്റ് ആയിട്ടാവില്ല നമ്മൾ എഴുതിയിട്ടുണ്ടാവാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിനാണെന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. യെസ്, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ, ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് മെഷർഡ് ടു ബി 7.203 മീറ്റർ. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ടു അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും ഇത് ഫിസിക്സ് തന്നെ അല്ലേ, ഇതിപ്പോ എന്താ മാത്സിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഫിസിക്സിലെ ചോദിച്ചില്ലെന്നൊക്കെ അങ്ങനെ ഡൗട്ട് തോന്നും. പക്ഷെ ഇതിൽ ചോദിക്കുന്ന പോയിന്റ് ചെയ്യുന്ന കാര്യം എന്താ, നമുക്ക് ക്യൂബിന്റെ സർഫസ് ഏരിയ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ വോളിയം കാണാൻ പറ്റുമോ ഒന്നല്ല ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നത്, നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഇത് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൈഡ് തന്നിട്ടുണ്ട് അല്ലെ, 7.203 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, 6 ഇൻറ്റു സർഫസ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ പറഞ്ഞത്. അപ്പൊ 6a² ആണ് അല്ലെ, അതായത് ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഫേസസ് ആണുള്ളത്. ഒരു ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും, ഒരു പ്ലാനാർ സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ ഏരിയ a² ആണ്. അങ്ങനെ എത്ര ഫേസ് ഉണ്ടായിരിക്കും, 6 ഫേസസ് ഉണ്ട് ഒരു ക്യൂബിന്. 6a² ആണ് എന്ത്, സർഫസ് ഏരിയയുടെ ഇക്വേഷൻ വരുന്നത്. 6a². ഇവിടെ a എന്താന്ന് തന്നിട്ടുണ്ട് അല്ലെ, 7.203 മീറ്റർ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആ, 4. 723 നോൺ സീറോ ഡിജിറ്റ് ആയതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. 0 എന്ന് പറയുന്നത് 2 and 3 എന്ന് പറഞ്ഞിട്ടുള്ള 2 നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയിൽ കിടക്കുന്ന 0 ആണ്, അതുകൊണ്ട് അതും സിഗ്നിഫിക്കന്റ് ആണ്. ടോട്ടൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അങ്ങനെയെങ്കിൽ നമ്മൾ 6 ഇൻറ്റു a² ചെയ്യാണ്. 6 ഇൻറ്റു 7.203 സ്ക്വയർ മീറ്റർ സ്ക്വയർ. സർഫസ് ഏരിയ മീറ്റർ സ്ക്വയറിലാവും വരിക. നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു, അത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 311.299.254 എന്നുള്ള ഒരു വലിയ ആൻസർ കിട്ടും, അത്രയും മീറ്റർ സ്ക്വയറിന്. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ, ടു അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് നമുക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. എങ്കിൽ നമ്മൾ 5ാമത് കിടക്കുന്ന അല്ലെങ്കിൽ 5th പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. അതായത് ഏതാണ്, 9 ആണ് 5th കിടക്കുന്നത്. ആ 5th കിടക്കുന്നത് 9 ആണ്. അത് 5 എന്ന നമ്പറിനേക്കാൾ കൂടുതലാണ് എങ്കിൽ പ്രിസീഡിങ് ആയിട്ടുള്ളത് ഏതാ, 2. ആ പ്രിസീഡിങ് ഡിജിറ്റ് എന്ത് ചെയ്യണം, പിടിച്ച് ഒന്നിട്ട് കൂട്ടണം. ദെൻ 0.3 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ 311.3 എന്നായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർക്ക് വരുന്നത്. അപ്പൊ നമ്മൾ സർഫസ് ഏരിയ കണ്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വോളിയം കാണണം. വോളിയം കാണാനുള്ള ഇക്വേഷൻ a³ ആണ് അല്ലെ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതില് നമ്മള് ക്യൂബിന്റെ കേസിലെല്ലാം സെയിം ആയതുകൊണ്ട് a³ എന്ന് വരും. അതായത് 7.203 ക്യൂബ് എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 373.714 ആണ്. ഇതിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. അപ്പൊ നമുക്ക് ഈ 4 വരെ ഉള്ളത് മതി. 5th പിടിച്ച് റൗണ്ട് ചെയ്യണം. 5th പൊസിഷനിൽ കിടക്കുന്നതിനെ റൗണ്ട് ചെയ്യുമ്പോൾ ആ നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണോ ലെസ് ദാൻ 5 ആണോ നോക്കുക. ഇത് ലെസ് ദാൻ 5 ആണ് എങ്കിൽ അത് ഡ്രോപ്പ് ചെയ്താൽ മതി. അതിന് നമുക്ക് ഇതിലേക്ക്
എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 373.7 മീറ്റർ ക്യൂബ് എന്ന് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് അതിനെ കിട്ടും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫിസിക്സ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ നമ്മൾ എക്സാം ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരു റിവിഷൻ ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ റിവിഷൻ ടെസ്റ്റ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ അടുത്ത സെഷനിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണോ തോന്നുന്നു, നോക്കട്ടെ. ഇത് നമ്മള് പറഞ്ഞു. ഓക്കെ, എന്താ? റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ അൺസർട്ടനിറ്റി ഇൻ ദ റിസൾട്ട് ഓഫ് അരിത്മെറ്റിക് കാൽക്കുലേഷൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ്, ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ അൺസർട്ടനിറ്റി കൂടെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അൺസർട്ടനിറ്റി കൂടെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി അൺസർട്ടനിറ്റി പറയുന്നുണ്ട്, എറർ അനാലിസിസിൽ നമ്മൾ പറയുന്നുണ്ട്. ഏകദേശം അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ കാണുമ്പോഴുള്ള അതിൽ എത്ര അൺസർട്ടനിറ്റി ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം തന്നെ അങ്ങോട്ട് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. ഇത് അത്ര എന്താ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലാത്തൊരു ഏരിയ ആണ് ഇത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അത്രത്തോളം ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ PPT ഈ ഒരു ക്ലാസ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യിച്ചത്. അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒലീക് ആസിഡിന്റെ ഒരു കേസ് പറയുന്നുണ്ടല്ലോ, അതും അങ്ങനെ കൃത്യമായിട്ട് സ്മോളർ സൈസ് കാണാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും അങ്ങോട്ട് എന്താ പറയാ യൂണിവേഴ്സലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ. ഈ ഒരു ടോപ്പിക് പറയുന്നു, നിങ്ങൾ ഇതൊന്നും അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിന്നെ അവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമുക്ക് എന്താ നോക്കാം. If the length and breadth of 15 rectangular sheets are measured using a meter scale as 16.2 centimeter and 10.1 centimeter respectively, there are three significant figures in each measurement. അതായത് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്തു, 16.2ഉം 10.1ഉം അല്ലെ? അതിൽ രണ്ടിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നുള്ളത്? ഒരു വട്ടം ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. It means that the length L may be written as, അപ്പൊ നമ്മൾ L നെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ മാറ്റി എഴുതാം? 16.2 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. ഈ 0.1 സെന്റിമീറ്റർ പ്ലസ് ഓർ മൈനസ് എവിടുന്നാ വന്നേ? അതിപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സാധനമാണോ? അല്ല, ഇല്ലാത്തൊരു സാധനം കുത്തി കയറി ഇരിക്കുന്നുണ്ട് അല്ലെ? അതിപ്പോ എവിടുന്ന് വന്നതാ? അതായത് നമ്മൾ പ്രിസിഷൻ പറഞ്ഞു അല്ലെ? ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ 16.2 എന്ന് മെഷർ ചെയ്തു. ഇപ്പൊ അടുത്ത ആള് വന്നിട്ട് അത് 16.3 എന്ന് മെഷർ ചെയ്താലോ? അല്ലെങ്കിൽ അതിന് 16.1 എന്ന് മെഷർ ചെയ്താലോ? അതായത് ഇവിടെ ചെറിയൊരു അൺസർട്ടനിറ്റി കിടക്കുന്നുണ്ട്. എത്രയാണ് അൺസർട്ടനിറ്റി? 0.1. ഒരു 0.1 ഈ 0.2വിനോട് 0.1 കൂടിയും കുറഞ്ഞും അങ്ങനെ ഇരിക്കും മെഷർ ചെയ്യുമ്പോൾ അല്ലെ? അത് സ്വാഭാവികമാണ്. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ പേഴ്സണൽ എറർ ആവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു അൺസർട്ടനിറ്റി വരും. അപ്പൊ നമ്മൾ ആ ലെങ്തിനെ ഒന്നും കൂടി വൃത്തിയാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് എഴുതും 16.2 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. അതുപോലെ തന്നെ അപ്പൊ അതിലുള്ള പെർസെന്റേജ് എറർ കാണാനോ? അപ്പൊ അതിന്റെ പെർസെന്റേജ് എറർ, ലെങ്ത്തിൽ തന്നെയുള്ള പെർസെന്റേജ് എറർ കാണാനോ? ആ എറർ എന്ത് ചെയ്യും? 0.6% ആയിരിക്കും. അതെങ്ങനെയാ വരുന്നത്? പെർസെന്റേജ് എറർ കാണാൻ നമ്മൾ പറഞ്ഞതാണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ആണ്. ഇവിടെ ഡെൽറ്റ എൽ എന്താണ്? അൺസർട്ടനിറ്റി 0.1 ആണ്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എന്താ എല്ലിന്റെ? 16.2. ഇപ്പൊ ഇതാണ് അതിലുള്ള ഒരു ചേഞ്ച് വരിക. ഏകദേശം ഒരു എറർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് ഇത്. ഈ ഒരു റിലേറ്റീവ് എറർ ആയിട്ട്
എഴുതാൻ പറ്റുന്നത് ഏതാ? ഈ 0.1 ഡിവൈഡഡ് ബൈ 16.2 ആണ്. അതായത് 16.2 എന്ന ഒറിജിനൽ ലെങ്തില് എത്രത്തോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. 0.1 ആണ് ചാൻസ് അല്ലെ? അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന ഡിവൈസിന്റെ പ്രിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ 0.1 ആണ് ചാൻസ്. അപ്പൊ 0.1 ഡിവൈഡ് ബൈ 16.2. ഇനി ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെന്റേജ് എറർ കാണാം. ഇത് റിലേറ്റീവ് എറർ ആണ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെന്റേജ് എറർ ആയി. അത് എത്രയാ? 0.6%. നമ്മൾ എന്ത് ചെയ്തു? ആ ലെങ്തിനെ പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ മാറ്റി എഴുതി? 16.2 സെന്റിമീറ്റർ പ്ലസ് ഓർ മൈനസ് 0.6%. പെർസെന്റേജ് എററും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 10.1 എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ബ്രെഡ്ത്ത്. പക്ഷെ ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരു 0.1 സെന്റിമീറ്റർ എവിടെയോ കുത്തിക്കയറി ഇരിക്കുന്നുണ്ട്. എവിടുന്ന ഇപ്പൊ ഈ 0.1 സെന്റിമീറ്റർ ഇപ്പൊ പെട്ടെന്ന് കയറി വന്നത്? അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബ്രെഡ്ത്ത് എടുക്കുന്ന ഡിവൈസിന്റെ പ്രിസിഷൻ വെച്ചിട്ടാണ്. അതായത് ഒരു 0.1 ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ മെഷർ ചെയ്യാണ് 10.2. ഇനിയിപ്പോ അടുത്ത ആൾക്ക് സ്കെയിൽ കൊടുത്തു, എന്നിട്ട് അയാളുടെ അടുത്ത് ഒന്നും കൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാൻ പറയാം. അപ്പൊ അയാൾക്ക് 10.0 ആയിരിക്കാം, അല്ലെങ്കിൽ 10.2 ആയിരിക്കാം. ജസ്റ്റ് ആ സ്കെയിൽ വെക്കുന്നതിൽ എന്തെങ്കിലും ഒരു എറർ വന്നാൽ മതി. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 0.1 എന്ത് വരും? എറർ വരും. അപ്പൊ ബീനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ബി, ഞാൻ ബോർഡ് എടുക്കാം. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് റിലേറ്റീവ് എറർ ആണ് കണ്ടത് അല്ലെ? അതായത് ഡെൽറ്റ ബി അതിലുള്ള എത്രത്തോളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മാറ്റം ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100%. ഓക്കെ, അത് എത്ര വരിക? ഡെൽറ്റ ബി 0.1 ഡിവൈഡഡ് ബൈ ബി 10.2 ഇൻറ്റു 100. ഏകദേശം എത്ര വരും? 1 വരും. അല്ലെങ്കിലും ഇങ്ങനെ ആലോചിച്ചാൽ മതി. 100/10 ഏകദേശം 10 വരും അല്ലെ? 0.1 ഇൻറ്റു 10 എത്രയാ? 1. ആ 1നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡെൽറ്റ ബി എത്ര വരും? 0.1 വരും. അതിന്റെ ഡെൽറ്റ ബി പെർസെന്റേജ് എറർ എത്ര വരും? 1% ആണ് പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലൈസ് ചെയ്ത ലെങ്ത്തും വിഡ്ത്തും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇതിന്റെ രണ്ടിന്റെ ഏരിയ കാണുമ്പോൾ, അതായത് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് കാണുമ്പോഴുള്ള എറർ കാണണം അല്ലെ? ആ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനിലുള്ള എറർ നമുക്ക് കാണണം. അപ്പോൾ രണ്ടിന്റെയും കൂടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ 16.2 ഇൻറ്റു 10.1 അത് 163.62 സെന്റിമീറ്റർ സ്ക്വയർ വരും. പിന്നെ നമുക്ക് പെർസെന്റേജ് എറർ കാണണം. അത് 1 പ്ലസ് ഈ 0.6ഉം പെർസെന്റേജ് എത്ര? 1.6% എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് ബോർഡ് എടുത്ത് എഴുതാത്തെ. ഡെൽറ്റ ബി അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വൃത്തിക്കൊന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ നോക്കാം. ഏരിയ കണ്ടു, ഏരിയയിലുള്ള എറർ നമ്മൾ ഏകദേശം അല്ലെങ്കിൽ പെർസെന്റേജ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫൈനൽ ഇനി ഈ 1.6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2.6. എന്തിന്റെ 1.6% ആണ്? ഈ ഏരിയന്റെ 1.6%. അതായത് 163.62 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.6 കിട്ടും. ഈ 1.6% എറർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് 2.6 സെന്റിമീറ്റർ ഒന്ന് എറർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതാ. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയത്. അതിലുള്ള ഏരിയ നമ്മൾ അതിനൊന്ന് റൗണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 164 പ്ലസ് 3 സെന്റിമീറ്റർ സ്ക്വയറിന് വരും. ഈ 3 സെന്റിമീറ്റർ സ്ക്വയർ എന്താണ്? അൺസർട്ടനിറ്റി ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എത്ര തന്നെയായിരുന്നു ഏരിയ? സോറി, ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എത്ര തന്നെയായിരുന്നു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 3 ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ഏരിയ നോക്കൂ, 164
+3 എന്ന് വരും. അതെങ്ങനെ വന്നു? ഈ 163.62നെ നമ്മൾ റൗണ്ട് ചെയ്ത് 164ക്ക് എത്തി. ഇനി +3 എന്താന്ന് ചോദിക്കേണ്ട, അതെന്താണ്? പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്തതാ. അതൊരു അൺസർട്ടൈനിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് 164 ആണ്. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് അടിച്ച് കേട്ടു നോക്കൂ. ഡൗട്ട് ക്ലിയർ ആവേണ്ടതാണ്. ഓക്കെ. അല്ല, നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി നെക്സ്റ്റ്, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ നിന്ന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണാനുള്ള റൂൾസ് എന്താണ്, അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം, അത് അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്റെ സമയത്ത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്പർ നമ്മുടെ ഫൈനൽ ആൻസറിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ പറഞ്ഞു. പിന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എററും കൂടെ ചേർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഇനിയാണ് ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ള അല്ലെങ്കിൽ ചോദിച്ചു കാണാറുള്ള ഒരു ഏരിയ ആയിട്ടുള്ള ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് പോണത്. എന്താ ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. നമ്മള് നേരത്തെ പറഞ്ഞു കുറെ യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, ഡിറൈവ്ഡ് യൂണിറ്റ്സും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സും SI യൂണിറ്റ്സ് എന്നൊക്കെ നമ്മൾ കുറെ പറഞ്ഞു. ഒരു 7 ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ലുമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇനി അതിന്റെ SI യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. എന്തായാലും ഡെഫിനേഷൻ ടെക്സ്റ്റിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Dimensions of a physical quantity are the powers to which the base quantities are raised to represent that quantity. അതൊരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. നമ്മള് വോളിയത്തിന്റെ ഡയമെൻഷൻ കാണുകയാണ്. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ലെങ്ത്, മാസ്, ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താ നമ്മൾ പറഞ്ഞു. ഇതില് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ L വെച്ചിട്ട്, മാസിന് നമ്മൾ M വെച്ചിട്ട്, ടൈം T, കറന്റ് A, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ K, ലുമിനസ് ഇന്റൻസിറ്റി CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. അതായത് സ്കാൻഡിലാണ് അതിന്റെ യൂണിറ്റ്സ് ഇല്ലേ, അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന് ഇങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിലൊരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ ക്വാണ്ടിറ്റീന്റെ എന്താ പറയാ ആൽഫബറ്റ് എഴുതിയിട്ട് അതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലെങ്ത് എന്ന് എഴുതുന്നത്. ലുമിനസ് ഇന്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ CD എന്ന് എഴുതുന്നത്. അതായത് കാൻഡിലാണ്, അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഇല്ലേ അത്. ഇനി നമ്മൾ വോളിയത്തിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. വോളിയം എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും എന്തൊക്കെ എന്തെന്നെയാണ്, ഒരു ലെങ്ത് തന്നെയാണ്. L ഇൻറ്റു L എന്ന് പറയാം വോളിയം. ഇനി ഈ വോളിയത്തിന്റെ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ മാറ്റി എഴുതണം. അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി എഴുതിയതേ ഉള്ളൂ. ഇതിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? L3. ക്ലിയർ ആയോ? അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? L3 ആണ് വോളിയത്തിന്റെ ഡയമെൻഷൻ. അത്രേ ഉള്ളൂ. അതായത് ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എത്ര പവർ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഇവിടെ ക്യൂബ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഏരിയ ആയിരുന്നുണ്ടെങ്കിലോ L സ്ക്വയറേ വരുള്ളൂ. ലെങ്ത്തിന്റെ ലെങ്ത് അല്ലേ, അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ സ്ക്വയർ എന്ന പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ ഡെഫിനേഷൻ ഒന്നും കൂടെ വായിക്കൂ. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പൊ നമ്മളിവിടെ എടുത്ത എക്സാമ്പിൾ വോളിയം ആണ്.
are the powers to which the base quantities are raised. ആ ബേസ് ക്വാണ്ടിറ്റി എഴുതാ ലെങ്ത്, ആ ലെങ്ത് എത്ര പവർ ആയിട്ടാണോ എഴുതിയിട്ടുള്ളത് അതിനെയാണ് എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. As the volume is independent of mass and time, it is said to possess zero dimension in mass, zero dimension in time, and three dimensions in length. വോളിയം മാസിനെയോ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല അല്ലെ. 5 മണിക്ക് നമ്മളൊരു 5 ലിറ്റർ പാലോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. അതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു 7 മണിക്കൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം 5 ലിറ്റർ എന്നുള്ളത് 10 ലിറ്റർ ആയിട്ടുണ്ടാവും. ഇല്ല അല്ലെ. അത് ആ 5 ലിറ്റർ തന്നെ വേറെ ആരും തട്ടിമറിച്ചിട്ടില്ലെങ്കിൽ ആ 5 ലിറ്റർ അതുപോലെ ഉണ്ടാവും അല്ലെ. അതായത് ടൈമിനെ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ടൈമിനെ നമുക്ക് സീറോ എന്നും മാസിലും സീറോ എന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ആ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എത്രയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പവർ 3 ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത്രയാണ് ഡയമെൻഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. ഇനി എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര പവർ ആയിട്ടാണോ കാണിക്കുന്നത്, ആ പവർ ആയിട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് പവർ കൊടുക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് റേസ് ടു 0 എന്ന് കൊടുക്കുന്നു. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നത് തന്നെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ which shows how and which of these base quantities represent the dimension of a physical quantity is called dimensional formula of the given physical quantity. For example, the dimensional formula of the volume is m0. m0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വോളിയം മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എൽ ക്യൂബ് ലെങ്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? എൽ ക്യൂബ് ആയിട്ട്. ദെൻ t0. ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഡയമെൻഷണൽ ഫോർമുല തന്നെ നമ്മൾ അതൊരു വൃത്തിക്ക് വീനേയും കൂടി ഒരു ഭംഗി കൂട്ടി എഴുതുന്നത് അർത്ഥം വെച്ചാൽ മതി. ഇപ്പൊ വോളിയത്തിന് നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ, അപ്പൊ വോളിയം എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇങ്ങനെ ഇട്ട് അതിന്റെ ഡയമെൻഷനെയും കൂടി ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഈക്വൽ ടു സൈൻ ഒക്കെ ഒന്ന് വന്ന് അതിനെ തന്നെയാണല്ലോ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത്ര ആലോചിച്ച് വെച്ചാൽ മതി, അല്ലാതെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. An equation obtained by equating a physical quantity with its dimensional formula is called the dimensional equation of the physical quantity. Thus, the dimensional equations are the equations which represent the dimensions of a physical quantity in terms of the base quantities. For example, the dimensional formula of volume V, speed, force, and mass density rho may be expressed as നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിൽ ഓരോന്നും എങ്ങനെ വന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വോളിയം ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി സ്പീഡ്, അത് സ്മോൾ v ആണ് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് L ബൈ ടൈം, അതായത് LT⁻⁻1. അപ്പൊ അതിന്റെ ഡയമെൻഷൻ LT⁻⁻1 എന്നാണ്. ഈ ഡിവൈഡഡ് ബൈ ടി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ പവർ -1 ആയിട്ട് വരും. മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ +1 ആണ്, ന്യൂമറേറ്ററിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ. ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് -1 ആയിട്ട് മാറും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. LT⁻⁻1. ഇനി ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സ്പീഡ് ഇല്ല അല്ലെ. അത് ഡിസ്റ്റൻസിനും ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമ്മിനെ നമുക്ക് 0 ഡയമെൻഷൻ എന്ന് എഴുതാം. ഇതിനെ ഒന്നും കൂടെ വൃത്തിയിലാക്കി എഴുതുന്ന സമയത്ത് സ്പീഡ് m0 LT⁻⁻1 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇതിനടുത്തത്
എന്താ പറയുന്നത്, ഫോഴ്സ് അല്ലെ. ഫോഴ്സിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡയമെൻഷൻ എന്താണെന്നുള്ളത്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലെ. ഇനി അതിലൊന്നും കൂടെ നമുക്ക് മനസ്സിലാവണമെന്നുള്ള ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതാം. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനെ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി എഴുതാം, മാസ് ഇൻറ്റു സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. പിന്നെ അപ്പൊ നമ്മൾ വീനെ മാറ്റി എഴുതി ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത്. ഇനി ആ അടിയിൽ ഓൾറെഡി ഒരു ടീയും കൂടെ കിടക്കുന്നുണ്ട്, 1/t. ഈ ടി ആണ് ഇത് കേട്ടോ. ഈ വീനെ മാറ്റി എഴുതിയതാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് തന്നെ അല്ലേ, അതാണ് L/t എന്ന് എഴുതിയത്. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ വന്നു, m L t സ്ക്വയർ ഡിനോമിനേറ്ററിൽ അല്ലെ. അതിന് നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് m L t റേസ് ടു -2. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാ കേട്ടോ. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് mlt റേസ് ടു -2. ഇതിന്ന് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, മാസ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ് ഫോഴ്സ്. ഈ മാസിന്റെ ഡയമെൻഷൻ ആണ് m. അങ്ങനെയെങ്കിൽ ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ, LT റേസ് ടു -2. വെലോസിറ്റി എത്രയായിരുന്നു, LT റേസ് ടു -1. ആക്സിലറേഷൻ LT റേസ് ടു -2. ഇത് രണ്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, എപ്പോഴും ആവശ്യം വരുന്നതാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കാനുള്ളത്, മാസ് ഡെൻസിറ്റി അല്ലെ. അപ്പോ റോ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആയിരിക്കും. മാസ് നമുക്ക് ഡയമെൻഷൻ ആക്കി എഴുതുമ്പോൾ m ഡിവൈഡഡ് ബൈ വോളിയം L³ ആണ്. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല, T 0. ഇതിനെ മാറ്റി എഴുതുമ്പോൾ m L റേസ് ടു -3 T 0. ക്ലിയർ ആയോ? കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. m മാസ് ലെങ്ത് ടൈമിനൊക്കെ m L T എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് ഈ 3 വേണ്ടുള്ളൂ. പിന്നെയും നമ്മൾ കുറച്ച് എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ തന്നെ സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ എന്താ പറയാ കെൽവിന്റെ, അതായത് ടെമ്പറേച്ചറിന്റെയും ആ ഒരു ഡയമെൻഷനൊക്കെ കടന്നു വരുന്നുള്ളൂ. അപ്പോ ഇതുവരെ ഉള്ളതില് ഈ മാസ് ലെങ്ത് ടൈം തന്നെ ധാരാളമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെയും അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീന്റെയും ഡയമെൻഷൻസ് പറയാൻ പറ്റും. അത് തന്നെ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്ര പവർ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ കാണാം. അപ്പൊ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഓക്കെ, ഈ ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ എന്താ, എന്തൊക്കെയാണ് അതിന്റെ, നമ്മളിപ്പോ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിങ്ങനെ തലയിൽ കേട്ടിട്ടുണ്ടോ, ഇങ്ങനെ സിഗ്നിഫിക്കന്റ് ഫിഗർ കാണണം, അതിന് ഇത്ര റൂൾസ് ഉണ്ട്, അഡീഷൻ ചെയ്യുമ്പോൾ അങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഒന്ന്, ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഓരോ ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞാൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു റെഡ്യൂസ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അത് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ടൈം പീരീഡ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ടൈം പീരീഡും ഇവ തമ്മിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു റിലേഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനെന്ത് സഹായിക്കും, ഡയമെൻഷണൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ.
അത് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞിരുന്നു CGS യൂണിറ്റ് അല്ലെങ്കിൽ MKS യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതിന്ന് അപ്പൊ ഒരു യൂണിറ്റിന് മറ്റൊരു യൂണിറ്റിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഡയമെൻഷണൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതിലുള്ള ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം. ടു ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഇവിടെ നമുക്കൊരു പ്രിൻസിപ്പിൾ കാര്യം പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ടാണ് ഡയമെൻഷണൽ ഇക്വേഷൻസിന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ടു ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യണം അതിന്റെ കറക്റ്റ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഓൺലി ഇഫ് ദേ ഹാവ് ദി സെയിം ഡയമെൻഷൻസ്. നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ഒന്നിന്ന് മറ്റൊന്നിന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെയിം ഡയമെൻഷൻ ആയിരിക്കണം എന്നാ പറയുന്നത്, കൂട്ടിയ കുറയ്ക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് 2 മീറ്ററിനോട് 3 മീറ്റർ ക്യൂബ് വോളിയം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അതെന്താ, ഒന്ന് ലെങ്തിനെ പറയുന്നു, ഒന്ന് വോളിയത്തിനെ പറയുന്നു. അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മള് ഒരാൾക്കൊരു 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അയാളുടെ മാസ് എന്ന് പറയുന്നത് 70 ആണ്. ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. കാരണം ഒന്ന് അയാളുടെ ഹൈറ്റ് സെന്റിമീറ്ററിൽ പറയുന്നു, ഒന്ന് അയാളുടെ മാസ് കിലോഗ്രാമിൽ പറയുന്നു. ഇതിലിപ്പോ നമ്മൾ ഇപ്പൊ എന്ത് പറയാനാ അല്ലെ, ഇത് കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഒന്നും പറയാൻ പറ്റില്ല. അതായത് ലെങ്ത്തും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയായിരുന്നു, മാസും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയായിരുന്നു. ഡിഫറെന്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എന്താണ്, ഒരു ഇക്വേഷൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതോ ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻ ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം, ഇപ്പൊ P എന്നതിനെ മെഷർ ചെയ്തു, അതിനെ ഒരു ഇക്വേഷൻ ഉണ്ട്, P ഈക്വൽ ടു AB പ്ലസ് CD എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ Pക്കും ABക്കും അതുപോലെ തന്നെ CD-ക്കും സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻസിന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ V ഈക്വൽ ടു U പ്ലസ് AD. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് വിനെ കൺസിഡർ ചെയ്തു. ഇതെല്ലാം ഇവിടെ സ്റ്റെപ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിന്ന് എടുത്തു. വി നമ്മൾ പറഞ്ഞിരുന്നു വെലോസിറ്റി LT റേസ് ടു -1. ഇനി ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ M0 LT റേസ് ടു -1 എഴുതാം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി ആണ് U. ഫൈനൽ ആയാലും ഇനീഷ്യൽ ആയാലും ഒക്കെ വെലോസിറ്റിന്റെ ഡയമെൻഷൻ ഒക്കെ എന്ത് തന്നെയാണ്, സെയിം ആണ്. എത്ര വരിക, M0 LT റേസ് ടു -1. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, വിന്റെ ഡയമെൻഷൻ യുവിന്റെ ഡയമെൻഷനോട് ഈക്വൽ ആണ്. ഇനി ഇത് ATന്റെ ഡയമെൻഷനോട് കൂടി ഈക്വൽ ആണോ എന്ന് നോക്കണം. അതായത് V ഈക്വൽ ടു U പ്ലസ് AT ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതില് ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിന്റെ ഡയമെൻഷനും യുവിന്റെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ നമുക്കിനി ATയുടെ ഡയമെൻഷൻ സെയിം ആണോ നോക്കാം. വിയും യുവും വെലോസിറ്റി തന്നെയാണ്, LT റേസ് ടു -1 ആണ് നമ്മൾ പറഞ്ഞു. ഇനി ATയുടെ നോക്കണം. ഓക്കെ, അതിനായിട്ട് ATന്റെ ഡയമെൻഷൻ ആണ് നോക്കേണ്ടത്. എന്ന് പറയുന്നത് എന്താ, ആക്സിലറേഷൻ. വെലോസിറ്റി LT റേസ് ടു -1 ആണ്, ആക്സിലറേഷൻ LT റേസ് ടു -2 ആണ്. ഇനി ടൈമിന്റെ T തന്നെ. ഇപ്പൊ LT റേസ് ടു -1 വരും. ഈ LT റേസ് ടു -1 എന്തിന്റെയാ, വെലോസിറ്റിന്റെ തന്നെയാണ് അല്ലെ. ഇപ്പൊ വെലോസിറ്റിന്റെയും ഇനീഷ്യൽ വെലോസിറ്റിന്റെയും
ഫൈനൽ വെലോസിറ്റിന്റെയും അതുപോലെ തന്നെ എയ്റ്റിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്, ഡയമെൻഷനലി കറക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. ഇതില് എം മാസ് ആണ്, വി വെലോസിറ്റി ആണ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, എച്ച് ഹൈറ്റ് ആണ് എങ്കിൽ അതിന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് നോക്കുക എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതില് ഹാഫ് എന്ന ആ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണമെന്നില്ല. അതൊരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി അല്ലല്ലോ, അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എം വി സ്ക്വയർ, എം വി സ്ക്വയർ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എം ഇൻറ്റു വി എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റി. ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെലോസിറ്റി എൽ ടി റേസ് ടു -1 ആണ് നിങ്ങൾക്ക് രജിസ്റ്റർ ആവും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ സ്ക്വയർ എടുക്കണം എങ്കിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ, എൽ എച്ച് എസ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എൽ എച്ച് എസ് അതാണെന്ന് കിട്ടി, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതിന്റെ ആർ എച്ച് എസ് നോക്കണം. ആർ എച്ച് എസ് എന്താ, എം ജി എച്ച്. ആർ എച്ച് എസിന്റെ നോക്കാം, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം. എം ജി എച്ച് മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിലും ആക്സിലറേഷനുള്ള ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 തന്നെയാണ്. ഇനി എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ്, അതായത് ഇതും ഒരു ലെങ്ത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെ. ഇതിന് ഡയമെൻഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഇനി ഇതിലൊന്ന് ചേർത്ത് എഴുതുമ്പോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പൊ ഇതെന്താ, ഇതാണ് ആർ എച്ച് എസ്. ഇവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണ്. അപ്പൊ ഈ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ. പിന്നെ രണ്ടാമത്തെ application, to deduce relation among physical quantities. For this, we should know dependence of the physical quantity on other quantities and consider it as a product type of the dependence. അതായത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേറെ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ ആ ഒരു ഡിപ്പെൻഡൻസി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിലേഷൻ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യാം. എന്തായാലും സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഒരു സാധനം ഉണ്ട്, അതിന്റെ അറ്റത്തൊക്കെ ഒരു ബോബ് ഉണ്ട്, ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഒരു ബോബ് ഉണ്ടാവും, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും അല്ലെ. അതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഇതിനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അതിന്റെ ഒരു having a bob attached to a string that oscillates under the action of the force of gravity. Suppose that the period of oscillation of the simple pendulum, period of oscillation എന്ന് പറയുന്നത് t, depends on its length. അപ്പൊ അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Then derive the expression for its time period using the method of dimension. എങ്കിൽ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞ ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മാസ്. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കാം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു.
എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പൊ ആ പവർ നമ്മളായിട്ട് തന്നെ ഒന്ന് അസ്യൂം ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് എക്സ്, ഇത് എക്സ്, ജിന് വൈ, എമ്മിന് സെഡ്. എത്ര നമുക്കറിയില്ല. ഇനിയിപ്പോ ടൈം പീരീഡ് ഈക്വൽ ടു കെ എൽ സ്ക്വയർ ആണോ, എൽ സ്ക്വയർ ജി ക്യൂബ് എം റേസ് ടു -1 അങ്ങനെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ആ അറിയാത്തോണ്ട് അതിനെ എന്ത് കൊടുത്തു? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എങ്കിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇനി എങ്ങനെയായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? ഒരു മിനിറ്റ് പെൻ എടുക്കട്ടെ. ടി ഈക്വൽ ടു കെ എൽ എക്സ് വൈ സെഡ്, സോറി, ജി വൈ എം സെഡ്. നമുക്ക് ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ എടുക്കാം. ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്താ? ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്താ? ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങള് ബോർഡ് PPT കവറാണ് കരുതിയിട്ട് അങ്ങനെ നോട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ടി, ദെൻ നമുക്ക് എന്തെഴുതാം? ഈ ടീന്റെ ഡയമെൻഷനും ഇവിടെ എഴുതാൻ പോകുന്ന കെ എൽ എക്സ് ജി വൈ എം സെഡ് അല്ലെ, ഇതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആവുക. അത് ഈ ആ ഒരു കറക്റ്റ് ആവും എന്നുള്ള ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഈ റിലേഷൻ റെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ടൈം പീരീഡിനോട് ഈക്വൽ ആയിരിക്കണം ഇതിന്റെ ഇത് എന്ന് പറയും, ഡയമെൻഷൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇനി ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ ആണ് അല്ലെ. ജിയുടെതോ? ജിന്റെത് LT⁻². എമ്മിൻ്റെത് MN. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ടൈം പീരീഡ് എന്താ? ടീന്റെ പവർ 1 തന്നെയല്ലേ വരിക. ടൈം പീരീഡ് നമ്മൾ ഇത്ര സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടല്ലേ നോട്ട് ചെയ്യുക, അതായത് T² ഒന്നല്ല, അപ്പൊ 1 തന്നെയാണ് വരിക. ഇനി L1x അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ, എല്ലിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞത്? എക്സ് ആണ് പവർ നമ്മൾ കൊടുത്തത്, നമുക്കറിയാത്തോണ്ട് എക്സ് എന്നുള്ളൊരു പവറാ കൊടുത്തത്. T⁻1 ആണ്. ടി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി കെ എന്ന് പറയുന്നത് ഫിസിക്കൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി എല്ലിന്റെ ഡയമെൻഷൻ എടുത്തു, അതിന് എക്സ് എന്നുള്ളത് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു 1 ഉണ്ട്, അത് നമ്മൾ എഴുതണമെന്നില്ല. 1നെ നമ്മൾ അങ്ങനെ കാണിച്ചോളണമെന്നില്ല. ഇനി നമ്മൾ ആക്സിലറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞത് അല്ലെ. ഒരു മിനിറ്റ്, ഞാൻ അത് ഇവിടെ എഴുതാം. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയത് LGM XYZ. അപ്പൊ ഈ എല്ലിന്റെ ഡയമെൻഷൻ എല്ലാക്കി മാറ്റി എഴുതി. ജിന്റെത് LT⁻². നമ്മൾ പറഞ്ഞ ആക്സിലറേഷൻ അങ്ങനെയാണ് എഴുതുക, -2. അതിനെ എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? Y. ഇനി മാസ് M, അതിനെ പവർ Z. ഈ പവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാണ്. കെ എല്ലിനെ മൊത്തം അടുപ്പിച്ച് ഫസ്റ്റ് നമുക്ക് എമ്മിന് എഴുതാം. M⁻Z L, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, അപ്പൊ X+Y T⁻²Y. ഇതാണ് അതിന്റെ ഡയമെൻഷൻ. ഇനി ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് ഇവിടെ ഉണ്ട്, എം ഇല്ല, എല്ലും ഇല്ല. അതായത് എമ്മിന്റെ പവർ 0 ആയിരിക്കണം,
എക്സ് പ്ലസ് എല്ലിന്റെ പവർ ആയിട്ടുള്ള എക്സ് പ്ലസ് വൈ 0 ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ പവർ 1 ആണ്, അതുകൊണ്ട് തന്നെ -2y എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം പവർ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം പീരീഡ് ലെങ്തിനെയും മാസിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ റിഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ പവർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ അല്ലെങ്കിൽ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ എങ്ങനെയാ നമുക്കറിയില്ല. അപ്പോ ഇപ്പൊ ലെങ്ത്തിന് എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ആ പവർ നമ്മൾ എക്സ് എടുത്തു, പിന്നെ ജിന്റേത് നമ്മൾ വൈ എടുത്തു, മാസിന്റേത് സെഡ് എടുത്തു. ഇപ്പൊ ലെങ്ത്തിന് ഡയമെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല് തന്നെയാണ് വരിക. ജിന്റേത് ആക്സിലറേഷൻ ആയതുകൊണ്ട് LT⁻², മാസിന്റേത് എം തന്നെ വരും. ഇനി എല്ലിന്റെ എല്ലാ പവേഴ്സും ഒരുമിച്ച് എഴുതി, എമ്മിന്റെ പവേഴ്സ് ഒരുമിച്ച് എഴുതി, ടിയുടെ പവേഴ്സ് ഒരുമിച്ച് എഴുതി. എന്നിട്ട് LHSലും RHSലുള്ള ഇക്വേഷന്റെ LHSലും RHSലുള്ള ഓരോ ഡയമെൻഷൻസിന്റെയും പവർ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഡയമെൻഷനലി കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ ടിന്റെ പവർ 1 ആണെന്നുണ്ടെങ്കിൽ ഈ RHSലും ടിന്റെ പവർ എന്ത് തന്നെ ആവും? 1 തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്ന് എന്താ കണ്ടുപിടിക്കാൻ പോണത്? ടിന്റെ പവറുകൾ ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് -2y = 1 എന്ന് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് y എന്ന് പറയുന്നത് -1/2 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് വൺ എക്സ് പ്ലസ് വൈ = 0. കാരണം ഇവിടെ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നും ഈ LHS ഭാഗത്തില്ല. അതായത് ടൈം പീരീഡിനെ ലെങ്തിനെ പവർ ആക്കിയിട്ട് എഴുതാവുന്ന ഒന്നുമില്ല. L 0 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ 0 ആണ്. y -2 ആണ്, -1/2 ആണെന്ന് ഓൾറെഡി കിട്ടി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു +1/2. y = -1/2, x = +1/2. അതുപോലെ തന്നെ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് z എന്തായിരിക്കും? 0. അപ്പൊ എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ, സെഡിന്റെ വാല്യൂ ഇതൊക്കെ നമുക്ക് കിട്ടി. എക്സ് +1/2, y -1/2, z 0. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എഴുതിയത് തന്നെ നമുക്ക് എഴുതാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താ എഴുതിയത്? അതായത് ടി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നല്ലേ? ടീനെ എങ്ങനെയാ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് എഴുതിയത്? ടി KL⁻x G⁻y M⁻z. ഇപ്പൊ എക്സ് എത്രയാ കിട്ടിയത്? 1/2, y -1/2, z 0. നമുക്ക് എങ്ങനെ എഴുതാം? T = KL⁻1/2 G⁻−1/2 M⁻0. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ലെങ്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. M⁻0 ആണ്. അപ്പൊ ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ലെങ്തിനെ 1/2 എന്ന് പറഞ്ഞാല് സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജീനെ എങ്ങനെ ഇതാക്കുന്നത്? G⁻−1/2 ആണ്. അപ്പോ ഡിവൈഡഡ് ബൈ √g വരും. ഓക്കെ, അതായത് ഒരു ഡിവിഷൻ വരുന്നുണ്ട് അവിടെ, L/G ആയിരിക്കും. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് ക്ലബ് ചെയ്ത് ഒന്ന് വൃത്തിക്കൊന്ന് എഴുതി നോക്കാം. അതായത് ആ പവർ ഒക്കെ വെച്ച്. ഇപ്പൊ ഇത്ര ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ആ പവർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി ആ പവർ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ പവറിന് ആദ്യം XYZ എന്ന് കൊടുക്കും. എന്നിട്ട് RHSലും LHSലും ഉള്ള പവേഴ്സ് ഇക്വേറ്റ് ചെയ്യും. ലെങ്തിനും മാസിനൊക്കെ എന്താണോ പവർ RHSലുള്ളത് അതിന് ആ പവർ തന്നെ RHSലും വേണം. അപ്പൊ ആ പവർ ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് ആ X, Y, Z അതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് അതിനനുസരിച്ച് എഴുതാം. T = K √L/G എന്ന് വരും. അപ്പൊ എല്ലിന്റെ പവർ 1/2 ആണ്, ജിന്റെ പവർ -1/2 ആണ്, എമ്മിന്റെ 0 തന്നെ, അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ K എന്നുള്ളതും കിട്ടി.
ക്ലിയർ ആയോ? k ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളത് നമ്മള് ടൈം പീരീഡ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം നമ്മൾ ശരിക്കും എങ്ങനെയാ പറയാം? ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ആ 2π എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ k വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തത്. ആ റിലേഷൻ ഇപ്പൊ നമുക്ക് സ്വയം റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റിയോ? ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളത് ലെങ്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈം പീരീഡിന്റെ ആ ഇക്വേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കൂ. അപ്പൊ നമുക്ക് k ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടും. ആ k എന്ന് പറയുന്നത് 2π ആണ്. 2π ആണെന്നുള്ളത് നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ കിട്ടും. അതെന്താണ്? 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ആ റൂട്ട് എല്ലിനും ജിക്കും കൂടെ ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ആപ്ലിക്കേഷൻ, കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. ഇതിലെന്താ പറയുന്നത് വെച്ചാല് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്ക് ആ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അതിന് മുന്നേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. Suppose we have physical quantity of dimensions A, B and C in mass, length and time. നമ്മൾ നേരത്തെ ടീനെ എൽ, ജി, എം ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ടൈം പീരീഡ് ലെങ്തിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എ, ബി, സി അതായത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പവേഴ്സ്, മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ആ ഒരു പവറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ XYZ എടുത്ത പോലെ. ഇനി ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ ക്വാണ്ടിറ്റി ഈസ് ദെയർഫോർ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഡയമെൻഷണൽ ഫോർമുല m raised to a, l raised to b, t raised to c എന്ന് എഴുതും. Let its numerical value be n1. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പോ എത്രയാന്നുള്ള ഒരു അളവ് ഉണ്ടാവുമല്ലോ. അതായത് 1 സെന്റിമീറ്റർ ആണോ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ആണോ, എത്ര ഇപ്പൊ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു മെഷർമെന്റും ചേർന്നിട്ടുണ്ടാവും അല്ലെ. നേരത്തെ പറഞ്ഞു 5 കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ ആണ് യൂണിറ്റ്, 5 ആണ് മെഷർമെന്റ്. അപ്പൊ ആ മെഷർമെന്റിനെയാണ് അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് n1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സിസ്റ്റത്തിലുള്ള. ഇനി നെക്സ്റ്റ് സിസ്റ്റത്തിലുള്ളത് n2. ഇത് n1 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സിസ്റ്റത്തിൽ n2. ഫസ്റ്റ് സിസ്റ്റത്തിലുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് m1, l1, t1 എടുത്തു. സെക്കൻഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലുള്ളത് m2, l2, t2 എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ എന്താ നോക്കുന്ന വെച്ചാല് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റ് പിന്നെ മാറ്റുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു CGS യൂണിറ്റില് ലെങ്ത് നമ്മൾ സെന്റിമീറ്ററിലാണ് പറഞ്ഞത്. FPS-ലാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിന് നമ്മൾ ഫൂട്ടിലാണ് പറഞ്ഞത്. അപ്പോ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഫൂട്ടാണ് എന്നുള്ളൊരു കാൽക്കുലേഷൻ, ഒരു കൺവേർഷൻ വരുന്നില്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതന്നെ മനസ്സിൽ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഫൂട്ടാണെന്ന് കാണണം. അപ്പൊ n1 എന്ന് പറയുന്നത് എത്രയോ 1 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ n1 എന്ന് പറയുന്നത് 1. ഇനി ആ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ m1 raised to a, l1 raised to b, t1 raised to c എന്നുള്ളതിന്റെ നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ലെങ്ത് എത്ര വരും എന്നുള്ളത് സെന്റിമീറ്ററും ഫൂട്ടും തമ്മിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ സെന്റിമീറ്ററിന് ഫൂട്ടിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഫൂട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ FPS സിസ്റ്റത്തില് N2, M2, L2, T2 എന്നുള്ള രീതിയിൽ ആ രണ്ടാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ വരുന്നതാണ് N2, M2, L2, T2 എന്നുള്ളത്. അതിന്റെയും പവർ ABC നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് 1 സെന്റിമീറ്റർ ഈക്വൽ ടു ഇത്ര ഫൂട്ട് എന്നാ പറഞ്ഞാല് 1 മീറ്റർ ഈക്വൽ ടു ഇത്ര ഫൂട്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്ര ഫൂട്ടാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഇക്വേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് n2 അതായത് എത്ര ഫൂട്ടാണെന്ന് കണ്ടുപിടിക്കണ്ടേ. അതെന്ന് പറയുന്നത് m1 by m2 raised to a, l1 by l2 raised to b, t1 by t2 raised to c എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം.
നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഇനിയുള്ള എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ 1 ന്യൂട്ടൺ. അതായത് ഒരു ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ അല്ലെ. അത് എത്ര ഡൈൻ ആണെന്നാ ചോദിച്ചത്. ക്ലിയർ ആയോ? എത്ര ഡൈൻ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നേരത്തെ ആ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ഡൈൻ എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. ഏതില്? CGS സിസ്റ്റത്തില് ഉള്ള ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈന്. എന്നാൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് SI സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ്. ഡയമെൻഷണൽ ഫോർമുല ഫോർ ഫോഴ്സ് ഈസ് m1 L1 T⁻². നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിൻ്റെത് m, ആക്സിലറേഷൻ്റെത് L T⁻². അപ്പോ ഇവിടെയൊക്കെ പവർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ m1 L1 T⁻². ഫോഴ്സിലുള്ള ABC ഒക്കെ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? m1 L1 T⁻². അതുകൊണ്ട് തന്നെ A1 എന്ന് പറയുന്നത് A1 ആണ്, B1 ആണ്, C എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. N2 = N1 × M1/M2⁴A L1/L2⁴B T1/T2⁴C എന്നുള്ളത്. ഇതില് ഇപ്പൊ നമുക്ക് ഫോഴ്സിലുള്ള ABC ഒക്കെ എന്താന്ന് കിട്ടി. M1 ഇനി M1 M2 L1 L2 T1 T2 ഇട്ട് കൊടുക്കാനുണ്ട്. N1 എന്താന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 1 ന്യൂട്ടൺ എന്നാ പറഞ്ഞത്. അപ്പൊ N1 1 ആണ്. അത് എത്ര ഡൈൻ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ N2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മള് M1/M2 കാണണം. അപ്പൊ ABC നമുക്ക് കിട്ടിട്ടോ. C -2 ആണ്. M1 എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിലാ? SI സിസ്റ്റത്തിലാണ്. കാരണം നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് SI സിസ്റ്റത്തിലാണ്. ഇത് CGS സിസ്റ്റത്തിലാണ്. ഇത് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇതാണ് N1. N2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. SI സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും എങ്ങനെയാണ് M1 അല്ലെങ്കിൽ മാസ് ലെങ്ത് ടൈം വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ SI സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ മാസ് നമ്മൾ കിലോഗ്രാമിലാണ് പറയാ. അപ്പൊ M1 എന്ന് പറയുന്നത് 1 കിലോഗ്രാം, M2 എന്ന് പറയുന്നത് 1 ഗ്രാം. CGS അല്ലേ? CGS യൂണിറ്റിൽ മാസ് ഗ്രാം വെച്ചിട്ടല്ലേ പറയാം. ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? CGSല് നമ്മള് മാസിന് എങ്ങനെയാ പറയാ? ഗ്രാം. അപ്പൊ M1 ഉം M2 എന്നുള്ള ആ റേഷ്യോ നമുക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് M1 1 കിലോഗ്രാം ആണ്, M2 1 ഗ്രാം എന്ന് എടുത്തു. അപ്പൊ കിലോഗ്രാമും ഗ്രാമും തമ്മിൽ എടുക്കുമ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് അല്ലെ? അപ്പൊ അത് / 1 ഗ്രാം എന്ന് പറയുമ്പോൾ അത് 1000 എന്ന് കിട്ടും. അപ്പൊ M1/M2 1000 ആണ്. ഇനി L1/L2. L1 എന്ന് പറയുന്നത് SI സിസ്റ്റത്തില് മീറ്റർ ആണ് ലെങ്ത്തിന്റെ SI. അപ്പൊ 1 മീറ്റർ. L2 എന്ന് പറയുമ്പോൾ CGS സിസ്റ്റത്തില്, ഡൈൻ CGS സിസ്റ്റത്തിലല്ലേ? L2 CGS സിസ്റ്റത്തില് അവിടെ ലെങ്ത് സെന്റിമീറ്ററിലാണ്. അപ്പോ 1 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ റേഷ്യോ 100 ആ വരിക. കാരണം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണല്ലോ. ഇനി T1/T2 അത് CGSലായാലും ശരി, SIലായാലും ശരി, ഏതിലായാലും ശരി സെക്കൻഡ് തന്നെയാണ് വരുന്നത്. അപ്പൊ അവിടെ 1 എന്ന് വരും. ഇനി നമുക്ക് ആ N1/N2 എന്നുള്ളത് ആ ഇക്വേഷൻ പ്രകാരം ഒന്ന് എഴുതി നോക്കാം. എന്താ ഇക്വേഷൻ വരിക? N2 എന്ന് പറയുന്നത് N1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 ന്യൂട്ടൺ എത്രയാന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 × ഫസ്റ്റ് M1/M2 അത് 1000 ആണ്. റേസ് ടു A 1 ആണ്. ദെൻ L1/L2 അത് 100 ആണ്. റേസ് ടു B again 1 into C 1 റേസ് ടു -2. Then how can we write this? 1 2 3 4 5 10⁻5 എന്ന് വരും. ഈ 1⁻², 1നോട് എന്ത് പവർ എഴുതിയാലും എത്രയാണ് ആൻസർ? 1 തന്നെയാണ്. 2 ആയാലും അത് 3 ആയാലും 4 ആയാലും 1⁻−1 ആണെങ്കിലും ഒക്കെ എന്തെന്നെ ആൻസർ വരിക? 1 തന്നെയാണ് ആൻസർ വരിക. അതുകൊണ്ട് ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ
10⁵ എന്ന് കിട്ടും. അപ്പൊ N2 എത്ര കിട്ടി? ഈ 10⁵ ആണ് N2. അപ്പോ നമുക്കതിനെ എങ്ങനെ എഴുതാം? 1 Newton equal to 10⁵ ഡൈൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മള് SI സിസ്റ്റത്തിൽ നിന്ന് ഏത് യൂണിറ്റ് മാറ്റുകയാണ്? CGS സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ തന്നെ SI സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ, CGS സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. അപ്പോ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനിന് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? SI സിസ്റ്റത്തില് നമ്മള് ആ ഒരു ഡെറിവേഷൻ എന്നല്ല, നമ്മൾ ജസ്റ്റ് നേരത്തെ ഇങ്ങനെ പറഞ്ഞു, N1, M1, L1, T1 എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുക്കും. അതില് N1 എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ എന്നല്ല പറഞ്ഞു. അപ്പൊ N1 എന്നുള്ളത് 1 ആണ്. പിന്നെ M1/M2, L1/L2, T1/T2 കാണണം. അതിന്റെയൊക്കെ പവർ A, B, C എന്താണെന്ന് അറിയണം. ആ C അറിയാൻ വേണ്ടിയിട്ട് 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ എന്നല്ല പറയുന്നത്. ഈ ന്യൂട്ടണും ഡൈനൊക്കെ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സ്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തി കഴിഞ്ഞാൽ എയും ബിയും സിയും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ എയും ബിയും സിയും അറിഞ്ഞു വെക്കുന്നു. ഫോഴ്സിന്റെ യൂണിറ്റ്സ് ആണ് മാറ്റേണ്ടത്. M1, N1, M1, L1, T1 എന്ന SI സിസ്റ്റത്തിൽ നിന്നും M2, L2, T2 എന്ന CGS സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ആ CGS സിസ്റ്റം SI സിസ്റ്റം തമ്മിലുള്ള കിലോഗ്രാം, ഗ്രാം, സെന്റിമീറ്റർ, മീറ്റർ അതൊക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന് വെച്ചിട്ട് നമുക്ക് ഒന്ന് 1000, ഒന്ന് 100 ഒക്കെ വരുന്നു. അപ്പൊ അതിന്റെ പവർ ആക്കിയിട്ട് നമ്മൾ A, B എന്നുള്ള വാല്യൂസ് കൊടുക്കുന്നു. പവർ ആക്കി എടുക്കുന്ന സമയത്ത് N2 നമുക്ക് കിട്ടും. എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻസ് എന്ന് എഴുതാൻ പറ്റും. ഇതുപോലെ ഇതെന്ന് മാത്രല്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഉള്ള കൺവേർഷൻ, എങ്ങനെയാണ് അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് വഴി കണ്ടെത്താം. ഫസ്റ്റ് നമ്മള് എന്താ പറഞ്ഞത്? ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചിട്ട് നമ്മൾ ഡയമെൻഷനലി ഇക്വേഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക, അല്ലെ? അത് നമ്മൾ എങ്ങനെയാ നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒക്കെ ഉള്ള ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ സെയിം ആണ് എന്നുള്ളൊരു അസംപ്ഷൻ, ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ സെയിം ആയാലല്ലേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ, അല്ലെ? ലെങ്ത്തുമായിട്ടല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 165 സെന്റിമീറ്റർ പ്ലസ് 70 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആഡ് ചെയ്യുന്ന ഓരോന്നിന്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് ഇക്വേഷൻസ് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ തന്നെ ഉള്ള റിലേഷൻ നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇക്വേഷൻസ് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കില്ല, അല്ലെ? T = 2π√L/g, T = 2π√L/g എന്ന് പറഞ്ഞാൽ അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കും. അങ്ങനെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? ടൈം പീരീഡ് എങ്ങനെയാണ് എന്താണ് അതിന്റെ റിലേഷൻ എന്നുള്ളത് അതിന്റെ പവർ കൊടുത്തിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കും. സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ലെങ്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അത് എഴുതുക. പിന്നെ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന പവർ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിന് XYZ എന്ന് കൊടുക്കുക. ശേഷം റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഡയമെൻഷൻസിന്റെ പവർ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഡയമെൻഷൻസ് ഈക്വൽ ആവുമല്ലോ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ളത്. ഇനിയിപ്പോ ഓക്കെ, അതിന്റെ പുറമെ ഒരു കോൺസ്റ്റന്റും കൂടെ അവിടെ കൊടുക്കുക. കാരണം പ്രൊപ്പോർഷണൽ എന്നാ പറയുന്നത്. പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഒരു ഈക്വൽ ടു സൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് കൂടെ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. ആ കോൺസ്റ്റന്റ് കൂടെ ചേർത്തിട്ട് ആ പവർ കണ്ടുപിടിക്കുക. പവർ കണ്ടുപിടിക്കാൻ RHSലും LHSലും ഉള്ള എന്ത് കണ്ടുപിടിച്ചാൽ മതി? പവർ ഇക്വേറ്റ് ചെയ്താൽ മതി. പവർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ XYZ എന്നിന്റെയൊക്കെ വാല്യൂസ് കിട്ടും. XYZന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതില് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതാണ് കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ എന്നുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് ഓഫ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് മാറ്റും.
അതിനെ N2 ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ ABC എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ആണ്. നേരത്തെ ഇപ്പൊ പറഞ്ഞ കേസിൽ ഫോഴ്സിന്റെ ആയിരുന്നു കണ്ടുപിടിച്ചത്. ഫോഴ്സിലുള്ള MLT എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ M1 M2 നമ്മൾ എടുക്കുന്ന രണ്ട് സിസ്റ്റത്തിലുള്ള യൂണിറ്റിനനുസരിച്ച് ഇരിക്കും. പിന്നെ N1 എന്ന് പറഞ്ഞത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ടു അനദർ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതാണ് ഡയമെൻഷണൽ അനാലിസിസിലൊക്കെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നത്, ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 3 അപ്ലിക്കേഷൻ പറഞ്ഞതിൽ തന്നെ അതിന്റെ ലിമിറ്റേഷൻസും കിടക്കുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ, ആ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് അല്ലെ. നമ്മൾ നേരത്തെ ടൈം പീരീഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ കോൺസ്റ്റന്റ് എത്രയായിരുന്നു? 2π ആയിരുന്നു അല്ലെ. 2π ആയിരുന്നു കോൺസ്റ്റന്റ്. 2πക്ക് നമുക്ക് എന്തെങ്കിലും ഡയമെൻഷൻ പറയാനുണ്ടോ? ഇല്ല. അപ്പോ കോൺസ്റ്റന്റ് എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. Dimensional analysis cannot determine the dimensional constants in relation between these two quantities. അത് ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു റിലേഷൻ എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഡയമെൻഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? എക്സാക്ട് റിലേഷൻഷിപ്പ്. Dimensional consistency does not guarantee that the equation is correct if it only tests for dimensional validity. സോറി, അതായത് നമുക്കിപ്പോ എക്സാക്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നോട് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഐഡിയ, അതിപ്പോ ആ കോൺസ്റ്റന്റിന്റെ കാര്യം തന്നെ പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നേരത്തെ എന്താ ടൈം പീരീഡ് കാണുന്നതാ പറഞ്ഞ അല്ലെ. അപ്പൊ ടൈം പീരീഡ് കാണുന്നതിൽ നമുക്ക് എന്താണ് എക്സാക്ട് ആയിട്ടുള്ള റിലേഷൻസ് ഇത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡയമെൻഷനലി കറക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു if an equation fails this consistency test, it's proved wrong. But if it passes, it is not proven right. അതായത് നമ്മൾ കൺസിസ്റ്റൻസി പറയുന്ന സമയത്ത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് പറയൂലേ. ഇതിപ്പോ LHSും റൈറ്റ് സൈഡിലുള്ള ഈ അഡീഷൻ എന്നുള്ള സൈൻ വെച്ച് ഇതാക്കിയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റി സെയിം ഡയമെൻഷണൽ ഫോർമുലയാണെന്ന് നമ്മൾ പറഞ്ഞ അതിന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി പറയില്ലേ. ആ സമയത്ത് ഡയമെൻഷനലി അത് കറക്റ്റ് ആണ്. പക്ഷെ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതിയിട്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ പക്ഷെ ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഡയമെൻഷനലി കറക്റ്റ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഡയമെൻഷനലി റോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായാലും ഇല്ല. അങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഡയമെൻഷനലി റോങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ തന്നെ ഇല്ല. പക്ഷെ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതിയിട്ട് അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഫോർമാറ്റ്, അല്ലെങ്കിൽ അതാണ് കറക്റ്റ് ഇക്വേഷൻ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ എന്തെങ്കിലും കോൺസ്റ്റന്റ് ആഡ് ചെയ്യേ കുറയ്ക്കുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ എക്സാക്ട് റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ് നമ്മൾ പറയൂ അല്ലെ. പക്ഷെ നമ്മൾ ഡയമെൻഷനലി കറക്റ്റ്നെസ് നോക്കുമ്പോൾ കൈനറ്റിക് എനർജിൻ്റെതും mv² ആയിട്ടുള്ള നോക്കുക. ഈ ഹാഫ് ഇവിടെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല, കാരണം അതൊരു കോൺസ്റ്റന്റ് അല്ലേ. അതിന് ഡയമെൻഷൻലെസ് ആണ്. അപ്പൊ നമുക്ക് ke = mv² ഡയമെൻഷനലി കറക്റ്റ് ആണ്. പക്ഷെ ഇക്വേഷൻ എക്സാക്ട് റിലേഷൻ ആണോ, അല്ലെങ്കിൽ എക്സാക്ട് ഇക്വേഷൻ ആണോ? അല്ല. അപ്പൊ എന്ത്, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതിയിട്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് അർത്ഥമില്ല. പക്ഷെ ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഡയമെൻഷനലി റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഓൾറെഡി ഇക്വേഷൻ കറക്റ്റ് തെറ്റാണ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇന്ന് എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് കുറച്ചൊരു ലെങ്തി ആയിട്ടാണ് പോയത്. അത് 2 ക്ലാസ് ആയിട്ട് എടുക്കാനും ഇല്ല, എന്നാ ഒറ്റയടിക്ക് പറയുമ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്കൊരു ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസ് മാത്രമേ ഇത്തിരി ഒരു ടഫായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉള്ളൂ. അതന്നെ ഒരു 2 വട്ടം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതുമാണ്. ഒരുവിധം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ,
അപ്പോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം നിങ്ങൾക്ക്. ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ റൂൾസ് ടു ഫൈൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണാനുള്ള റൂൾസ് പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് വെച്ചിട്ടുള്ള 2 പ്രോബ്ലം ചെയ്തു. റൗണ്ട് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലും അഡീഷനിലും എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡയമെൻഷണൽ അനാലിസിസ് ആണ് പറഞ്ഞത്. അപ്പൊ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താ, ഡയമെൻഷണൽ ഫോർമുല എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ അപ്ലിക്കേഷൻസ് 3 അപ്ലിക്കേഷൻസ് പറഞ്ഞു. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ, റിലേഷൻസ് റിഡ്യൂസ് ചെയ്യാൻ, കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. അതിന്റെ 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ 2-3 എക്സാമ്പിൾ നോക്കി. ഇതിൽ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. അത് ഈ ഒരു ഇക്വേഷൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് സുഖമായിട്ട് ഈ ഒരു അപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഡൗട്ടുള്ള പോർഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.